കർത്താവിൻ്റെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്ന് രാത്രിയിലെ ദൈവവചനത്തിന് മുമ്പാകെ ആയിരിക്കാൻ കർത്താവ് നമുക്ക് തന്ന ഈ വിലയേറിയ അവസരത്തിനായി കർത്താവിനെ സ്തുതിക്കുന്നു. അപ്പോസ്തല പ്രവൃത്തികളാണ് നമ്മൾ അതിൻ്റെ ആമുഖമായി ചില കാര്യങ്ങളാണ് ഈ ദിവസങ്ങളിൽ നമ്മൾ ചിന്തിച്ചു വരുന്നത്. ഈ പുസ്തകം നമുക്കറിയാം, അപ്പോസ്തലന്മാരുടെ പ്രവൃത്തികൾ എന്നുള്ള ആ പദപ്രയോഗം അല്ലെങ്കിൽ ആ തലക്കെട്ട് എങ്ങനെ ഉണ്ടായി എന്നതിനെ സംബന്ധിച്ച് കഴിഞ്ഞ ക്ലാസ്സിൽ ചില കാര്യങ്ങൾ ഓർപ്പിക്കുകയുണ്ടായി. യേശുക്രിസ്തുവിൻ്റെ ഉയർപ്പിന് ശേഷമുള്ള ഏതാണ്ട് 3 ദശാബ്ദങ്ങളിലെ അല്ലെങ്കിൽ 30 വർഷങ്ങളിലെ ഏകദേശം വിശ്വാസികളുടെ പ്രവർത്തനവും സഭയുടെ വളർച്ചയുമാണ് അപ്പോസ്തലന്മാരുടെ പ്രവൃത്തികളിലെ പ്രധാനപ്പെട്ട വിഷയം എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നു. ആ നിലയിൽ ഒരു ചരിത്ര പുസ്തകം എന്നുള്ള നിലയിൽ ദൈവസഭയുടെ ആരംഭത്തെ രേഖപ്പെടുത്തിയിരിക്കുന്ന പുസ്തകം എന്നുള്ള നിലയിൽ ദൈവവചനത്തിൽ ഏറ്റവും പ്രാധാന്യമുള്ള പുതിയ നിയമത്തിലെ ഒരു ചരിത്ര പുസ്തകമാണ് അപ്പോസ്തല പ്രവൃത്തികൾ. അതിനെക്കുറിച്ച് ചില കാര്യങ്ങളൂടെ ഈ ക്ലാസ്സിൽ ആമുഖമായി പറഞ്ഞിട്ട് നമുക്ക് ക്രമേണ ആ പുസ്തകത്തിലേക്ക് പ്രവേശിപ്പാനാണ് ആഗ്രഹിക്കുന്നത്. നമുക്ക് പൊതുവിൽ അറിയാവുന്ന ചില കാര്യങ്ങൾ തന്നെയാണെങ്കിലും ദൈവവചനം നമ്മൾ പഠിക്കുമ്പോൾ അതിൻ്റെ എഴുത്തുകാരനെക്കുറിച്ചും എഴുതിയ കാലഘട്ടത്തെക്കുറിച്ചും എങ്ങനെ എഴുതി എന്നതും ആർക്കാണ് ഇത് ആദ്യമായി അല്ലെങ്കിൽ എഴുതിയ സന്ദർഭത്തിൽ ഇത് ആർക്കാണ് എഴുതിയത് എന്നതിനെക്കുറിച്ചുമൊക്കെ നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്നത് ആ പുസ്തകം ഗ്രഹിക്കുവാൻ വളരെ സഹായകരമാണ്. അങ്ങനെയാണ് ദൈവവചനം നമ്മൾ പഠിക്കേണ്ടത്. ദൈവവചന പഠന രീതിയിൽ അത് വളരെ ആവശ്യമാണ്. എങ്കിൽ മാത്രമേ നമുക്കതിനകത്ത് അടങ്ങിയിരിക്കുന്ന ദൈവിക സത്യങ്ങൾ ഗ്രഹിക്കുവാനും അന്ന് ആ സമൂഹത്തിന് അതെങ്ങനെ പ്രയോജനപ്പെട്ടോ അതേ നിലയിൽ ഇന്ന് ജീവിക്കുന്ന നമുക്ക് ആ വചനം എങ്ങനെ അത് നമുക്ക് പ്രാവർത്തികമാക്കാൻ സാധിക്കുമെന്നുള്ളതിനെക്കുറിച്ചും നമുക്ക് ശരിയായ നിലയിൽ മനസ്സിലാക്കുവാൻ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം നമ്മൾ ഗ്രഹിച്ചിരിക്കുന്നത് വളരെ അത്യാവശ്യമാണ് ദൈവത്തിന്. 2-ാം നൂറ്റാണ്ടിൽ തന്നെ ലഭിച്ച ഒരു കയ്യെഴുത്ത് പ്രതിയിൽ ലൂക്കോസാണ് ലൂക്കോസിൻ്റെ സുവിശേഷവും അപ്പോസ്തല പ്രവൃത്തികളും എഴുതിയതെന്ന് വളരെ കൃത്യമായിട്ട് രേഖപ്പെടുത്തി. അപ്പോൾ അത്രയ്ക്ക് പഴക്കമുള്ള ഒരു കയ്യെഴുത്ത് പ്രതിയിൽ അത് സൂചിപ്പിച്ചതുകൊണ്ടാണ് പിന്നീടുള്ള സഭാപിതാക്കന്മാർ, ആരാണ് സഭാപിതാക്കന്മാരെന്ന് നമ്മൾ പറയുന്നത്? നമുക്കറിയാം, യേശുക്രിസ്തു കഴിഞ്ഞ് പിന്നീട് അപ്പോസ്തലന്മാർ വരുന്നു. അപ്പോസ്തലന്മാർക്ക് ശേഷം വന്ന ലീഡേഴ്സിനെയാണ് നമ്മൾ പൊതുവായിട്ട് ചർച്ച് ഫാദേഴ്സ്, സഭാപിതാക്കന്മാരെന്ന് പറയുന്നത്. എന്നൂടെ പറയാം, യേശുക്രിസ്തു, അതിനുശേഷം ശിഷ്യന്മാർക്ക് ശേഷം വന്ന സഭയുടെ ലീഡർഷിപ്പിൽ വന്നവരെയാണ് നമ്മൾ സഭാപിതാക്കന്മാരെന്ന് പറയുന്നത്. അതാണ് ഐറേനിയസ് എന്നും ഒറിഗൺ, ഐറേനിയസ്, ക്ലെമന്റ് എന്നീ പേരുകളൊക്കെ നമ്മൾ കേൾക്കുന്ന ഈ പേരുകളൊക്കെ സഭാപിതാക്കന്മാരുടെ പേരുകളാണ്. അവരുടെ ധാരാളം എഴുത്തുകൾ എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഈ 1-ാം നൂറ്റാണ്ടിൽ അല്ലെങ്കിൽ 2-ാം നൂറ്റാണ്ടിൽ നമുക്ക് ലഭിച്ച ആ ഒരു ബ്രിട്ടേറിയൻ കനോനിൽ നിന്ന് ലഭിച്ച ആ അറിവുണ്ട്. അതിനുശേഷം വന്ന സഭാപിതാക്കന്മാരെല്ലാം അവരുടെ എഴുത്തുകളിൽ ഈ ക്ലെമന്റ് എന്ന് പറയുന്നതും ഒറിഗൺ എന്ന് പറയുന്നതും ഒക്കെ ഉള്ള സഭാപിതാക്കന്മാരെല്ലാം ലൂക്കോസ് തന്നെയാണ് ഇത് എഴുതിയതെന്ന് അവരുടെ എഴുത്തുകളിലും എന്ത് ചെയ്തിട്ടുണ്ട്, രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ നമുക്ക് നിലവിൽ ലഭിച്ച പുരാതനമായ കയ്യെഴുത്ത് പ്രതികൾ, വേദപുസ്തകത്തിൻ്റെ കയ്യെഴുത്ത് പ്രതികളിൽ നിന്നാണ് പലപ്പോഴും അതിലെ ഗ്രന്ഥകാരന്മാരെ നമുക്ക് കൃത്യമായിട്ട് നിർവചിക്കാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ സഭാപിതാക്കന്മാരും ഈ അഭിപ്രായത്തെ സാധൂകരിക്കുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയും. ഇനി നമ്മൾ വേദപുസ്തകം വായിക്കുമ്പോൾ, അപ്പോസ്തല പ്രവൃത്തിയും ലൂക്കോസും വായിക്കുമ്പോൾ അതിനകത്ത് എന്തെങ്കിലും ഒരു തെളിവ്, എന്തെങ്കിലും ഒരു സൂചന നമുക്ക് കിട്ടുന്നത് അതിനുള്ളിൽ. ഇപ്പോൾ നമ്മളൊരു എഴുത്തെഴുതുമ്പോൾ ഞങ്ങൾ എന്നൊരു പദം നമ്മൾ അതിനകത്ത് ചേർത്താൽ അതിൻ്റെ അർത്ഥം എന്താണ്? ഞാനൊരു എഴുത്തെഴുതുമ്പോൾ ഞങ്ങൾ പോയിരുന്നു എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം എന്താണ്? ഞാനാണത് എഴുതിയെന്നല്ലേ. വി എന്ന് പറയുന്നൊരു പദം നമ്മൾ യൂസ് ചെയ്യുകയാണ്. ഞങ്ങൾ എന്നൊരു പദം അത് ഈ അപ്പോസ്തല പ്രവൃത്തിയിൽ പലയിടങ്ങളിലും നമ്മൾ കാണുന്നുണ്ട്, ബഹുവചനം. അപ്പോൾ പൗലോസിൻ്റെ സഹയാത്രികനായി പല സന്ദർഭങ്ങളിലും ആരുണ്ടായിരുന്നു? ലൂക്കോസ് ഉണ്ടായിരുന്നു എന്നുള്ളതിന് തെളിവുണ്ട്. അപ്പോൾ ആ യാത്രയിൽ അങ്ങനെ പോകുന്ന വഴിക്ക് ഈ അപ്പോസ്തല പ്രവൃത്തിയിൽ പലയിടങ്ങളിലും ഞങ്ങൾ എന്ന പേര് രേഖപ്പെടുത്തിയിരിക്കുന്നു. അപ്പോൾ ആ ഞങ്ങൾ എന്നുള്ള ആ വി എന്നുള്ള ആ പ്രയോഗം പൗലോസിൻ്റെ സഹയാത്രികനായിരുന്നു ലൂക്കോസ് എന്ന് നമുക്ക് കാണുവാൻ കഴിയുന്നു. അങ്ങനെ അതൊരു തെളിവായി, പേരല്ല ഞങ്ങൾ എന്ന് പറയുന്നത് കൊണ്ട് നിശ്ചയമായിട്ടും അത് പൗലോസ് തന്നെ ആയിരിക്കണം. കാരണം പൗലോസിൻ്റെ കൂടെ സഹയാത്രികനായിട്ട് നമ്മൾ 2-3 പ്രധാന ഇടങ്ങളിലാണ് ലൂക്കോസിനെ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത് പുതിയ നിയമത്തിൽ. 2-3 പ്രധാന ഭാഗങ്ങളിലെ ലൂക്കോസിനെ കുറിച്ച് പ്രതിപാദിച്ചിട്ടുള്ളൂ. അത് നമ്മൾ കഴിഞ്ഞ ദിവസം പഠിച്ച കൊലോസ്യ ലേഖനം 4-ാം അധ്യായം
13-ാം വാക്യത്തിൽ വൈദ്യനായ പ്രിയ ലൂക്കോസ് എന്ന് എഴുതിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ലൂക്കോസ് ഒരു വൈദ്യനാണെന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ, അല്ലെങ്കിൽ ഒരു ഡോക്ടറായിരുന്നു എന്ന് മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നത്. ഫിലമോന്റെ ലേഖനത്തിൽ അതിൻ്റെ 24-ാമത്തെ വാക്യത്തിൽ ലൂക്കോസിനെ കുറിച്ച് പരാമർശിച്ചിട്ടുണ്ട്. തീമത്യോസിന്റെ 2-ാമത്തെ ലേഖനം അതിൻ്റെ 4-ാം അധ്യായം 11-ാം വാക്യം, ഈ 3 ഇടങ്ങളിലാണ് ലൂക്കോസിന്റെ പേര് പരാമർശിച്ചിരിക്കുന്നതെന്ന് കാണുവാനായിട്ട് സാധിക്കും. ഈ ലൂക്കോസിനെ കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ ചരിത്ര പശ്ചാത്തലം, അദ്ദേഹം വന്ന സാഹചര്യം, എവിടെയായിരുന്നു, എങ്ങനെയായിരുന്നു എന്നുള്ളതിനെക്കുറിച്ച് നമുക്ക് കൂടുതൽ തെളിവുകളില്ല. എന്നാൽ പാരമ്പര്യം, ട്രഡീഷൻ, അല്ലെങ്കിൽ മുമ്പേ ഞാൻ പറഞ്ഞതുപോലെ പുരാതനമായ ആദിമസഭ വിശ്വസിച്ചു പോകുന്നതും സഭാപിതാക്കന്മാരൊക്കെ അംഗീകരിച്ച എഴുത്തുകളിൽ നിന്നൊക്കെ നമുക്ക് ലഭിക്കുന്നത് ലൂക്കോസ് ഒരു വിജാതീയനായിരുന്നു. വിജാതീയ പശ്ചാത്തലത്തിൽ നിന്നാണ് കർത്താവിനെ അറിയുവാനിടയായത്. കർത്താവിനെ അറിഞ്ഞ സാഹചര്യത്തെക്കുറിച്ച് പറയുന്നത് നമുക്ക് ലൂക്കോസിന്റെ സാക്ഷ്യമൊന്നുമില്ല, അല്ലെങ്കിൽ അതിനെക്കുറിച്ച് രേഖപ്പെടുത്തിയിട്ടില്ല. പക്ഷേ പാരമ്പര്യം പറയുന്നത് ഈ ത്രോവാസ് എന്ന് പറയുന്ന സ്ഥലത്ത് പൗലോസ് എത്തുമ്പോഴാണ് ലൂക്കോസുമായി കൂടിക്കാഴ്ച നടക്കുന്നത്. അപ്പോൾ ഈ ത്രോവാസ് തൊട്ട്, അതായത് അപ്പോസ്തല പ്രവൃത്തി നമ്മൾ 16-ാം അധ്യായം 10-ാം വാക്യം മുതൽ വായിക്കുമ്പോഴാണ് ഞാൻ മുമ്പേ പറഞ്ഞ ഞങ്ങളെന്നുള്ള പദം ലൂക്കോസ് തുടങ്ങുന്നത്. അപ്പോൾ അവിടെ വെച്ചായിരിക്കണം പൗലോസും ലൂക്കോസും തമ്മിൽ കണ്ടുമുട്ടുന്നതെന്നാണ് ചരിത്രം പറയുന്നത്. കണ്ടുമുട്ടാനൊരു കാരണമുണ്ട്. പൗലോസ് ആ സമയത്ത് ശരീരത്തിൽ ക്ഷീണിതനായി കിടക്കുകയായിരുന്നു. ഈ വൈദ്യനായ ലൂക്കോസിനെ പൗലോസിനെ ശുശ്രൂഷിക്കാനായിട്ട്, അല്ലെങ്കിൽ ചികിത്സിക്കാനായിട്ടാണ് ഈ ത്രോവാസിൽ വന്നതെന്ന് ഒരു പാരമ്പര്യം പറയുന്നുണ്ട്. അങ്ങനെ വന്ന് പൗലോസിനോടൊപ്പം ചില സമയം ലൂക്കോസ് ചിലവഴിച്ചു. അങ്ങനെയാണ് ഈ ലൂക്കോസിന് മാനസാന്തരം ഉണ്ടാകുകയും അവിടെ വെച്ച് രക്ഷിക്കപ്പെട്ട് തുടർന്നുള്ള യാത്രയിൽ ഈ ത്രോവാസിൽ നിന്ന് പൗലോസിനോടൊപ്പം സുവിശേഷ വേലയിൽ താൻ പങ്കാളിയായെന്നും, ഈ ത്രോവാസിൽ നിന്ന് യാത്ര തിരിച്ച് ഫിലിപ്പി എന്ന് പറയുന്ന പട്ടണത്തിൽ, നമുക്കറിയാം യൂറോപ്പിലേക്കുള്ള സുവിശേഷീകരണം ആരംഭിക്കുന്നു. ഫിലിപ്പി എന്ന് പറയുന്ന പട്ടണത്തിലാണ് ഈ ലൂക്കോസ് വൈദ്യനായിട്ട് പ്രാക്ടീസ് ചെയ്തിരുന്നതെന്നാണ് പറയപ്പെടുന്നത്. അങ്ങനെ ത്രോവാസ് മുതൽ ഫിലിപ്പിയ വരെയുള്ള സന്ദർഭങ്ങളിലാണ് ഞങ്ങൾ എന്നുള്ള പദം അപ്പോസ്തല പ്രവൃത്തിയിൽ ആവർത്തിക്കുന്നത്. അതുകൊണ്ട് ഈ ത്രോവാസിൽ നിന്ന് ഫിലിപ്പിയ വരെയുള്ള സമയങ്ങളിലെല്ലാം പൗലോസിനോടൊപ്പം ലൂക്കോസ് ഉണ്ടായിരുന്നു. ആ സംഭവങ്ങൾക്കെല്ലാം, ആ നടന്ന സംഭവങ്ങൾക്കെല്ലാം ആര് ദൃക്സാക്ഷിയാണ്? ലൂക്കോസ് ദൃക്സാക്ഷിയാണ്. അങ്ങനെയാണ് തൻ്റെ എഴുത്തുകളിൽ ഇതെല്ലാം വളരെ കൃത്യമായി ലൂക്കോസിന് എഴുതാൻ കഴിഞ്ഞതെന്നാണ് പറയപ്പെടുന്നത്. ഇനിയും പൗലോസിൻ്റെ നാടിനെ സംബന്ധിച്ച് പറയുന്നത്, പൗലോസ് അന്ത്യോക്യക്കാരനായിരുന്നു, സിറിയയിലെ അന്ത്യോക്യയിൽ നിന്നുള്ള ആളായിരുന്നു. എന്നാൽ ഫിലിപ്പിയയിൽ വന്നാണ് താൻ ഈ വൈദ്യനായി പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരുന്നതെന്ന് പറയപ്പെടുന്നുണ്ട്. മറ്റൊരു ചിന്തയെന്ന് പറയുന്നത്, വിജാതീയ പശ്ചാത്തലത്തിൽ നിന്ന് വന്ന ഈ ലൂക്കോസ് ഒരു അടിമയായിരുന്നു എന്ന് പറയുന്നത്. നമുക്കറിയാം അന്ന് അടിമത്ത നിലവിലുള്ള സമയമാണ്. അപ്പോൾ താൻ വൈദ്യനായിരുന്നെങ്കിൽ പോലും അടിമയായിരുന്നു. തിയോഫിലോസ് എന്ന് പറയുന്ന, നമ്മൾ ആ ഭാഗത്തേക്ക് വരുന്നുണ്ട്, ഇത് എഴുതുന്നത് ആർക്കാണെന്ന് ചോദിക്കുമ്പോൾ തിയോഫിലോസ് എന്ന് പറയുന്ന ഒരു പേര് ലൂക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായത്തിൽ അപ്പോസ്തല പ്രവൃത്തി ആരംഭവാക്യങ്ങളും കാണുന്നുണ്ട്. അപ്പോൾ ഈ തിയോഫിലോസ് എന്ന് പറയുന്ന ഒരു ബഹുമാന്യനായ വ്യക്തിയുടെ അടിമയായിരുന്നു ഈ ലൂക്കോസ് എന്നും, ഈ തിയോഫിലോസ് ചില സമയം കഴിഞ്ഞപ്പോൾ രോഗിയായെന്നും, ആ തിയോഫിലോസിനെ ഈ ലൂക്കോസ് ചികിത്സിച്ചു. തൻ്റെ ചികിത്സ കൊണ്ട് തിയോഫിലോസ് സൗഖ്യമായി. അങ്ങനെ ഈ തിയോഫിലോസ് ഈ വൈദ്യനായ ലൂക്കോസിനെ സ്വതന്ത്രനാക്കി വിടുകയും അതിന് ഉപകാരമായി തിരിച്ച് തിയോഫിലോസിന് എന്തെങ്കിലും കൊടുക്കണമല്ലോ എന്ന് ലൂക്കോസ് ചിന്തിച്ചപ്പോൾ അതിലേറ്റവും നല്ലത് യേശുക്രിസ്തുവിൻ്റെ ജീവചരിത്രവും ഉപദേശവുമാണ്, അല്ലെങ്കിൽ സഭയുടെ വളർച്ചയും അദ്ദേഹത്തിന് നൽകുന്നതാണ് ഏറ്റവും നല്ലതെന്ന് മനസ്സിലാക്കി താൻ അങ്ങനെയാണ് ഈ 2 വോളിയം എഴുതി ഈ തിയോഫിലോസിനാണ് ഇത് കൊടുക്കുന്നത് എന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയും. അങ്ങനെയാണ് തിയോഫിലോസ് എന്ന് അഡ്രസ്സ് ചെയ്തുകൊണ്ടാണ് ഈ അപ്പോസ്തല പ്രവൃത്തി ആരംഭിക്കുന്നത്. നമുക്കത് ആർക്ക് എഴുതിയെന്നുള്ള ഭാഗത്ത് വരുമ്പോൾ ഞാനത് ഒന്നുകൂടെ ഓർപ്പിക്കാം. അപ്പോൾ ഇങ്ങനെയാണ് പാരമ്പര്യവും ചരിത്രവും എല്ലാം ലൂക്കോസിനെ കുറിച്ച്. ഇതെല്ലാം നമുക്ക് ഞാൻ പറഞ്ഞല്ലോ, കൈയെഴുത്ത് പ്രതികളിൽ നിന്നോ സഭാപിതാക്കന്മാരുടെ എഴുത്തുകളിൽ നിന്നൊക്കെ നമുക്ക് ലഭിക്കുന്ന അറിവുകളാണ്. എന്നാൽ ദൈവവചനത്തിൽ നമ്മൾ അപ്പോസ്തല പ്രവൃത്തികളിൽ ഞങ്ങൾ എന്നുള്ള പദം നമുക്കൊരു നല്ല തെളിവ് തന്നെയാണ്. നിശ്ചയമായിട്ടും പൗലോസിനോടൊപ്പം ലൂക്കോസ് ഉണ്ടായിരുന്നു എന്നുള്ളതും വളരെ വ്യക്തമായിട്ട് നമുക്ക് ലേഖനങ്ങളിൽ നിന്ന് മനസ്സിലാക്കുവാൻ സാധിക്കുന്നുണ്ട്. അതുകൊണ്ട് ദൃക്സാക്ഷിയായിട്ട് ഈ കാര്യങ്ങളൊക്കെ താൻ എഴുതി എന്നുള്ളത് മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നുണ്ട്. മുമ്പ് ഞാൻ ഓർപ്പിച്ചതുപോലെ 3 ഭാഗങ്ങളിലാണ് ലൂക്കോസ് എന്നുള്ള പദം, അല്ലെങ്കിൽ ലൂക്കോസിനെ കുറിച്ച് പുതിയ നിയമത്തിൽ എഴുതിയിരിക്കുന്നത്. ഒന്ന് കൊലോസ്യ ലേഖനം 4-ാം അധ്യായത്തിന്റെ 13-ാം വാക്യം, ഫിലമോന്റെ ലേഖനത്തിൽ 24-ാമത്തെ വാക്യത്തിൽ, 2 തീമോഥെയോസ് 4-ന്റെ 11. ഈ 3 ഇടങ്ങളിലാണ് ലൂക്കോസ് എന്നുള്ള, അല്ലെങ്കിൽ ലൂക്കോസിന്റെ പേര്
പരാമർശിക്കപ്പെട്ടിരിക്കുന്നത്. കൊലോസ്യ ലേഖനത്തിൽ നമ്മൾ കണ്ടു വൈദ്യനായ ലൂക്കോസ് വൈദ്യനായിരുന്നു അല്ലെങ്കിൽ ഡോക്ടറായിരുന്നു എന്ന് കാണുവാൻ കഴിയും. അതിന് സുവിശേഷങ്ങളിൽ എന്തെങ്കിലും തെളിവുണ്ടോ എന്ന് ചോദിച്ചാൽ അതിനൊരു ഉദാഹരണം ഇങ്ങനെ പറയാറുണ്ട്. ലൂക്കോസിന്റെ സുവിശേഷം 18-ാം അധ്യായം 25-ാം വാക്യം ഒന്ന് നോക്കിയേ. 18-ാം അധ്യായം 25-ാം വാക്യത്തിലെ ഒരു ഉദാഹരണം, ഈ ലൂക്കോസ് വൈദ്യനായിരുന്നു, തൻ്റെ എഴുത്തുകളിൽ ഒരു ഉദാഹരണം അതിന് ചൂണ്ടിക്കാണിക്കുന്നത് ഈ വേദഭാഗമാണ്. 18-25 ലൂക്കോസിന്റെ സുവിശേഷം 18-25. ധനവാൻ ദൈവരാജ്യത്തിൽ കടക്കുന്നതിനേക്കാൾ ഒട്ടകം സൂചിക്കുഴയിലൂടെ മതി. അപ്പോൾ ഒരു സൂചിയെക്കുറിച്ചുള്ള ഒരു പരാമർശം ഇവിടെ ഉണ്ട്. അപ്പോൾ ഇത് മത്തായിയുടെ സുവിശേഷത്തിലുമുണ്ട്, മർക്കോസിന്റെ സുവിശേഷത്തിലുമുണ്ട്. മത്തായിയുടെ സുവിശേഷം 19-ാം അധ്യായം 24-ാം വാക്യവും മർക്കോസ് 10-25 ഈ വാക്യം എഴുതിയിരിക്കുന്നത്. അപ്പം വേദപണ്ഡിതന്മാർ പറയുന്നത് ഈ ലൂക്കോസ് വൈദ്യനായിരുന്നു എന്നുണ്ടെങ്കിൽ ഒരു എക്സാമ്പിൾ പറയുന്നത് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന സൂചി, അത് നമുക്കറിയാം, അത് ഗ്രീക്ക് വാക്കിൽ അതിന് കൊടുത്തിരിക്കുന്നത് ബിലോൺ എന്ന് പറയുന്നൊരു വാക്കാണ്. ബിലോൺ, BLON എന്ന് പറയുന്നൊരു വാക്കാണ് ഈ ഒട്ടകം സൂചിക്കുഴിയിലൂടെ എന്ന് ലൂക്കോസ് ഉപയോഗിച്ചിരിക്കുന്ന പദം. അത് സർജറി അനന്തരമായി ഉപയോഗിക്കുന്ന സൂചിയെക്കുറിച്ചുള്ള ഒരു വാക്കാണ്. ശസ്ത്രക്രിയയ്ക്ക് അനന്തരമായി ഉപയോഗിക്കുന്ന സൂചിയെക്കുറിച്ചുള്ളൊരു പദമാണ്. എന്നാൽ മർക്കോസിലും മത്തായിലും ഉപയോഗിച്ചിരിക്കുന്ന പദം റാഫിസ് എന്ന് പറയുന്നൊരു പദമാണ്. സെയിം സൂചിയാണ്, അത് ഒരു വീട്ടമ്മ ഉപയോഗിക്കുന്ന സൂചിയെ പറ്റി പറയുന്നൊരു പദമാണ് റാഫിസ് എന്ന് പറയുന്നത്. അപ്പം ഇങ്ങനെയാണ് വേദപണ്ഡിതന്മാർ അതിനെ മനസ്സിലാക്കുക. അപ്പം ലൂക്കോസ് സ്വാഭാവികമായിട്ട് അത് ഉപയോഗിക്കാൻ കാരണം താനൊരു വൈദ്യനായതുകൊണ്ട് തനിക്ക് പരിചയമുള്ള സൂചി ഏതാണ്? ശസ്ത്രക്രിയയ്ക്ക് അനന്തരമായി ഉപയോഗിക്കുന്നൊരു സൂചിയാണ്. അതുകൊണ്ടാണ് അതിന് ബിലോൺ എന്ന പേര് ഇടുവാനിടയായത്. ഒരേ ആശയം തന്നെയാണെങ്കിലും മത്തായി മർക്കോസ് അത് ഉപയോഗിച്ചപ്പോൾ ഒരു വീട്ടുകാരിയായ സ്ത്രീ ഉപയോഗിക്കുന്ന സൂചിയെക്കുറിച്ചാണ്, അല്ലെങ്കിൽ റാഫിസ് എന്ന അപ്പോൾ ഒരു ഉദാഹരണമായിട്ട് പറയാറുണ്ട്. രണ്ടാമത് ഞാൻ പറഞ്ഞു, ലൂക്കോസിനെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം, പൗലോസിന്റെ സഹയാത്രികനായിരുന്നു. 16-ാം അധ്യായത്തിലേക്കൊന്ന് വരാം. 16 മുതലാണ്, പുസ്തകപ്രവൃത്തി 16-ാം അധ്യായം മുതലാണ് ലൂക്കോസ് ഞങ്ങളെന്നുള്ള പദം പറഞ്ഞു തുടങ്ങുന്നത്. 15 വരെയുള്ള അധ്യായങ്ങളെക്കുറിച്ച് നമുക്ക് പിന്നീട് വരാം. 16-ന്റെ 10 മുതൽ ചില വാക്യങ്ങളൊന്ന് വായിച്ചേ. പുസ്തകപ്രവൃത്തി 16-ന്റെ 10 മുതൽ. ദൈവം ഞങ്ങളെ, ആ പദം ശ്രദ്ധിച്ചോണം, അതാണ് അത്. ഈ 16-ാം അധ്യായം തൊട്ടാണ് അത് തുടങ്ങും, ഞങ്ങളെ. അപ്പോൾ ആ എഴുത്തുകാരൻ അതിലുണ്ട്, ഞങ്ങളെ. ഇപ്പോൾ പൗലോസുണ്ട് ആ കൂട്ടത്തിൽ. ഞങ്ങളെ എന്ന് പറയാൻ കാരണം ഇത് എഴുതിയ ആളും അതിനകത്തുണ്ട്. അപ്പോൾ ലൂക്കോസ് പൗലോസിന്റെ കമ്പാനിയനായിട്ടുണ്ട്. 20-ാം അധ്യായത്തിൽ വരുമ്പോൾ അതിന്റെ 5 മുതൽ വായിക്കുമ്പോൾ പിന്നെ നമ്മൾ കാണുന്നുണ്ട്. 21-ാം അധ്യായം 1 മുതൽ നമ്മൾ കാണുന്നുണ്ട്. 27-ാം അധ്യായം 1 മുതൽ 29 വരെയുള്ള വാക്യം. 4 പ്രധാന വേദഭാഗങ്ങളിൽ നമുക്ക് തുടർന്ന് ഞങ്ങൾ എന്നുള്ള പദം നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. ഇനി അതുമാത്രമല്ല, പൗലോസിന്റെ കാരാഗ്രഹവാസം, തീമോഥെയോസിന്റെ ലേഖനം 2 തീമോഥെയോസ് 4:11 ഫിലമോന്റെ ലേഖനത്തിലും നമ്മൾ പൗലോസിനോടൊപ്പം കാരാഗ്രഹത്തിൽ നോക്കിയേ. 2 തീമോഥെയോസ് 4:11 വായിച്ചാട്ട് അവിടെ ലൂക്കോസിനെ കുറിച്ച് പറയുന്നൊരു വാക്ക്. ലൂക്കോസ് മാത്രമേ, അവിടെ കൃത്യമായി പേരെടുത്ത് പൗലോസ് പറയുന്നുണ്ട് തന്നെ കൂടെ കാരാഗ്രഹത്തിൽ. അപ്പോൾ ഒട്ടുമിക്ക വേദപണ്ഡിതന്മാരും അഭിപ്രായപ്പെടും നിശ്ചയമായിട്ടും ഒരു കാരാഗ്രഹവാസം എന്ന് പറയുമ്പോൾ നമുക്കറിയാം മറ്റു കാര്യങ്ങളൊന്നുമില്ല. അവരുടെ ദൈനംദിന ദിനചര്യകളൊക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ മിക്കവാറുമുള്ള സമയം പൗലോസുമായിട്ട് ഏറിയ സമയം ലൂക്കോസ് ചെലവഴിച്ചിട്ടുണ്ട്. അപ്പോൾ കടന്നുപോയ വഴികളെക്കുറിച്ചും ദൈവവചനത്തിന്റെ സത്യങ്ങളെക്കുറിച്ചും സുവിശേഷ പ്രവർത്തനങ്ങളെക്കുറിച്ചും അപ്പോസ്തല പ്രവൃത്തി നമ്മൾ വായിക്കുന്ന പല സ്ഥലങ്ങളിലുള്ള പ്രവർത്തനങ്ങളെ ഒരു റിപ്പോർട്ട് അല്ലെങ്കിൽ സംഭവങ്ങൾ നേരിട്ട് വാമൊഴിയായി ആരിൽ നിന്ന് താൻ കേട്ടിട്ടുണ്ട്? പൗലോസിൽ നിന്ന് താൻ പ്രാപിച്ചിട്ടുണ്ട്. അങ്ങനെയാണ് പിന്നീട് എഴുത്തുകളിൽ അല്ലെങ്കിൽ ഈ അപ്പോസ്തല പ്രവൃത്തിയുടെ പുസ്തകത്തിൽ ഈ കാര്യങ്ങളൊക്കെ വ്യക്തമായിട്ട് അത് ക്രോഡീകരിക്കുവാനായിട്ട് ലൂക്കോസിന് കഴിഞ്ഞത് എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, ത്രോവാസ് മുതലാണ്, 16-ാം അധ്യായം 10 മുതലാണ് ഈ വി എന്നുള്ള അല്ലെങ്കിൽ ഞങ്ങൾ എന്നുള്ള പദപ്രയോഗം നമുക്ക് കാണുവാൻ കഴിയുന്നത്. അതിനുശേഷം യാത്ര ചെയ്ത് തുടർന്നും ഫിലിപ്പി എന്ന് പറയുന്ന പട്ടണത്തിലായിരുന്നു താൻ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരുന്നത്. അവിടെ വരെ, ഫിലിപ്പിയിൽ വരെ വരുന്നത് വരെ ആ ഞങ്ങൾ എന്നുള്ള പദം കാണുന്നുണ്ട്. എന്നാൽ അതിനുശേഷമുള്ള യാത്രാ വിവരണത്തിൽ ഞങ്ങൾ എന്ന പ്രയോഗം വ്യത്യാസപ്പെടുന്നുണ്ട്. ഇതെല്ലാം സൂക്ഷ്മമായി നമ്മളിത് പഠിക്കുമ്പോഴാണ് ഇതൊക്കെ മനസ്സിലാക്കുന്നത്. അങ്ങനെയാണ് വേദപണ്ഡിതന്മാർ ഈ ഭാഗങ്ങളെ വിശകലനം ചെയ്ത് പഠിക്കാറുള്ളത്. അതിനുശേഷമുള്ള യാത്രാ വിവരണങ്ങളുണ്ട്. നമുക്കറിയാം, ആ ത്രോവാസ് കഴിഞ്ഞ് ഫിലിപ്പിയിൽ വരുന്നു. ഫിലിപ്പിയയ്ക്ക് ശേഷമുള്ള യാത്രാ വിവരണങ്ങളിലൊക്കെ ഇതിന് വ്യത്യാസമുണ്ട്. നമ്മളതിൻ്റെ ഡീറ്റെയിലേക്ക് പോകുന്നില്ല. ഒരറിവിന് വേണ്ടി ഞാൻ ഓർപ്പിച്ചെന്നേ ഉള്ളൂ. ദൈവവചനം നമ്മൾ പഠിക്കുമ്പോൾ ഈ ഓതർ, ഇതാരാണ് എഴുതിയതെന്നുള്ളതിനെക്കുറിച്ചുള്ള
പഠനം ആ നിലകളിൽ വളരെ ബൃഹത്തായി വേദപണ്ഡിതന്മാർ അന്വേഷിക്കാറുണ്ട്. നമുക്ക് ഇതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് ദൈവവചനം പഠിക്കുമ്പോൾ അതിൻ്റെ ഉദ്ദേശം. നമുക്കറിയാം, ഇന്ന് നമുക്കിത് ലഭിച്ചു. നമ്മൾ ദൈവവചനമായി അത് ധ്യാനിക്കുകയും അതിൽ നിന്ന് ധാരാളം ആത്മീയ സന്ദേശങ്ങൾ ഉൾക്കൊള്ളുകയും നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാൻ നമ്മൾ പരിശ്രമിക്കുകയും ചെയ്യുന്ന അനുഗ്രഹിക്കപ്പെട്ടൊരു വചനമാണ് അപ്പോസ്തല പ്രവൃത്തികൾ. എന്നാൽ നമുക്കറിയാം, ഇത് എഴുതിയ ആദ്യത്തെ റിസീവേഴ്സ്, ഇത് ആർക്കാണ് ഇത് ലൂക്കോസ് ആദ്യമായിട്ട് കൊടുക്കുന്നത്? എന്ത് ഉദ്ദേശത്തോടുകൂടെയാണ്? നമുക്കറിയാം, ഏത് എഴുത്തുകളും ഏത് ലേഖനങ്ങളും എഴുതുന്നതിൻ്റെ പിന്നിലൊരു ഉദ്ദേശമുണ്ട്. ഇമ്മീഡിയറ്റ് ആയിട്ടുള്ളൊരു ലക്ഷ്യം അതിനുണ്ടായിരുന്നു. വെറുതെ എഴുതിയതല്ല, ശൂന്യതയിൽ നിന്ന് ഇങ്ങനെ ഒന്ന് എഴുതാമെന്ന് കരുതി എഴുതുന്നതല്ല. അതിനെല്ലാം വളരെ കോൺക്രീറ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ വളരെ വ്യക്തമായിട്ടുള്ള ഉദ്ദേശത്തോടു കൂടെയാണ് ഇത് രേഖപ്പെടുത്തി. ചില കാര്യങ്ങളൊക്കെ നമുക്ക് ആ ലേഖനത്തിൽ തന്നെ മനസ്സിലാക്കുവാൻ കഴിയും. ചില കാര്യങ്ങൾ ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ പാരമ്പര്യങ്ങളിൽ നിന്നും ആദിമ എഴുത്തുകളിൽ നിന്നുമൊക്കെയാണ് ഈ പുസ്തകത്തെക്കുറിച്ചുള്ള ഉദ്ദേശം നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. പ്രധാനമായിട്ട് 4-5 ഉദ്ദേശങ്ങളെക്കുറിച്ച് ഇതിനെക്കുറിച്ച് പറയാറുണ്ട്. അപ്പോസ്തല പ്രവൃത്തികൾ എന്തിനാണ് ആദ്യം എഴുതപ്പെട്ടത്? നമുക്കറിയാം, ലൂക്കോസ് ഒരു ചരിത്രകാരനായിരുന്നു. നിശ്ചയമായിട്ട് സഭയുടെ ചരിത്രം, സഭ എങ്ങനെ ക്രിസ്തുമാർഗത്തിൻ്റെ വളർച്ച അതെടുത്ത് കാണിക്കാനായിട്ട് എഴുതി. അത് നമുക്ക് നിഷേധിക്കാൻ കഴിയത്തില്ല. നിശ്ചയമായിട്ടും അപ്പോസ്തല പ്രവൃത്തികൾ എന്ന് പറയുന്നൊരു പുസ്തകം ഇല്ലായിരുന്നെങ്കിൽ ആദിമസഭ എങ്ങനെയാണ് ഉടലെടുത്തത്, അവരുടെ കൂട്ടായ്മയുടെ വിധം എങ്ങനെയായിരുന്നു, തുടർന്നുള്ള ഓരോ സംഭവവികാസങ്ങളെല്ലാം നമ്മൾ നോക്കുമ്പോൾ അടിസ്ഥാനപരമായി നമ്മൾ അറിഞ്ഞിരിക്കേണ്ട പല കാര്യങ്ങളും വാസ്തവത്തിൽ അപ്പോസ്തല പ്രവൃത്തിയിൽ നിന്നാണ് നമുക്ക് ലഭിക്കുന്നത്. ലേഖനങ്ങളിലേക്ക് വരുമ്പോഴൊക്കെ അതിൻ്റെ വിശദീകരണങ്ങളാണ് കാണുവാൻ കഴിയുന്നത്. അല്ലെങ്കിൽ ലേഖനങ്ങളിൽ പലതും നമുക്ക് ഓരോ സഭയോട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണെങ്കിൽ അപ്പോസ്തല പ്രവൃത്തികൾ അതിൻ്റെ ആരംഭവും വളർച്ചയും വളരെ കൃത്യമായിട്ട് നമുക്ക് ലഭിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് നിശ്ചയമായിട്ടും ഈ ക്രിസ്തു സഭയുടെ വളർച്ച എടുത്തു കാണിക്കുവാനായിട്ട് ലൂക്കോസ് അത് എഴുതി എന്നുള്ളതിന് നമുക്ക് ആർക്കും തർക്കമില്ല. അത് ഉദ്ദേശങ്ങളിൽ ഒന്നാണ്. എന്നാൽ മറ്റൊരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, ദൈവസഭ അന്ന് വളർന്നു വന്നത് പീഡനത്തിലൂടെയാണ്. രണ്ടാമത്തെ കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, വളരെയധികം പീഡനങ്ങൾ അന്നത്തെ അധികാരികൾ എന്ന് പറയുമ്പോൾ റോമൻ ഗവൺമെന്റിൽ നിന്ന് വളരെയധികം പീഡനങ്ങൾ നേരിട്ടൊരു കാലഘട്ടത്തിലാണ് സഭ വളർന്നു വന്നത്. അപ്പോൾ ഈ പീഡനത്തോട് ബന്ധപ്പെട്ട് പീഡനങ്ങൾക്ക് കാരണം എന്തായിരുന്നു? വാസ്തവത്തിൽ പീഡനങ്ങൾക്ക് കാരണമെന്ന് പറയുന്നത് ദൈവസഭയ്ക്കെതിരെ ധാരാളം അപവാദങ്ങൾ അതേ പറഞ്ഞ് തൽഫലമായിട്ടാണ് ഈ ഗവൺമെന്റ് സഭയെ പീഡിപ്പിക്കാനിടയായത്. നമുക്കറിയാം, ഇന്നും അങ്ങനെയൊക്കെ തന്നെയാണ്. നമുക്കറിയാം, ദൈവജനങ്ങൾ എപ്പോഴും ലോകത്തെയും അല്ലെങ്കിൽ അവർ വസിക്കുന്ന നാട്ടുകാരെയും ദേശക്കാരെയും ഒക്കെ സ്നേഹിക്കുന്നവരാണ്, ദേശത്തിനു വേണ്ടി പ്രാർത്ഥിക്കുന്നവരാണ്, മറ്റുള്ളവരെ കരുതുന്നവരാണ്, നമുക്കറിയാം. എന്നാൽ പലപ്പോഴും തെറ്റായ പല കാര്യങ്ങൾ ദൈവസഭയ്ക്കെതിരായോ അല്ലെങ്കിൽ ദൈവജനത്തിനെതിരായിട്ടൊക്കെ പ്രചരിപ്പിച്ചാണ് പലപ്പോഴും അധികാരികളിൽ നിന്ന് എന്ത് ചെയ്യുന്നത്. ഇപ്പോൾ നമുക്കറിയാം, ആൻറ്റി കൺവേർഷൻ ലോ ഒക്കെ വരുന്നതിൻ്റെ കാരണം നമ്മളവരെ നിർബന്ധപൂർവ്വം മതപരിവർത്തനം നടത്തുന്നു. എന്നാൽ നമുക്കറിയാം, സ്വാഭാവികമായിട്ട് അങ്ങനെ സംഭവിക്കാറില്ല. ഒരു മനുഷ്യൻ്റെ മാനസാന്തരത്തിലാണ് നമ്മൾ വിശ്വസിക്കുന്നത്. ഒരിക്കലും നിർബന്ധിതമായ ഒരു പരിവർത്തനമല്ല നമ്മൾ ദൈവവചനം വിശ്വസിക്കുന്നവർ അനുശാസിക്കുന്നത് നമുക്കറിയാം. അപ്പം ഞാൻ പറഞ്ഞു വന്നു, അപ്പോൾ തെറ്റായ ആരോപണങ്ങളുടെ പിന്നിൽ അല്ലെങ്കിൽ അപവാദങ്ങളുടെ പിന്നിലാണ് സഭ എന്ന് ഉപദ്രവിക്കപ്പെടുന്നത്. അതൊരു കാരണമാണ്. ഇത് തന്നെയാണ് റോമാൻ സാമ്രാജ്യത്തിൽ നടന്നുകൊണ്ടിരുന്നത്. 3 പ്രധാന അപവാദങ്ങൾ അന്നുണ്ടായിരുന്നു. ഒന്ന്, നമുക്കറിയാം, അന്ന് വിജാതീയ പശ്ചാത്തലത്തിൽ നിന്ന് വിശ്വാസത്തിൽ വന്നവരെ കുടുംബത്തിൽ നിന്ന് പുറത്താക്കും. എക്സ്കമ്മ്യൂണിക്കേഷൻ അന്ന് വലിയൊരു ഒരു സംഭവമായിരുന്നു. ഒറ്റയ്ക്കൊക്കെ വിശ്വാസത്തിൽ വരുന്നില്ലെങ്കിൽ ഒരു കുടുംബം വിശ്വാസത്തിൽ വന്നാൽ അവരെ സമൂഹത്തിൽ നിന്ന് എന്ത് ചെയ്യും? പുറന്തള്ളപ്പെടും. അപ്പോൾ അങ്ങനെ വന്നപ്പോൾ അവർക്കെതിരെ ഒരു ആരോപണം ഉണ്ടായി. ഇവരാരാണ്? ഇവർ കുടുംബത്തെ തകർക്കുന്നവരാണ്, കുടുംബഛിദ്രികളാണെന്നുള്ളൊരു അപവാദം. ശരിയല്ലേ? അവർ നോക്കുമ്പോൾ ഒരു കുടുംബത്തിൽ നിന്ന് ഒരാൾ വിശ്വാസം, ഇന്നും അങ്ങനെ സംഭവിക്കാറുണ്ട്, ഒറ്റപ്പെടുത്തി അല്ലെങ്കിൽ അപ്പോൾ അവർ ചോദിക്കും, നിങ്ങൾ എന്തുകൊണ്ട് ആ കുടുംബത്തെ മുഴുവൻ അങ്ങ് രക്ഷിച്ചുകൂടെ? ഒരാളെ തന്നെ നിങ്ങളിങ്ങനെ വിളിക്കുന്ന ആ കുടുംബത്തിൽ കുടുംബചിത്രം ഉണ്ടാകുന്നു, വഴക്കുണ്ടാകുന്നു, അല്ലെങ്കിൽ ചിലപ്പോൾ ഇറക്കി വിടേണ്ടി വരുന്നു. ഇതന്ന് സർവ്വസാധാരണമായിരുന്നു. ഇന്നും അങ്ങനെയൊക്കെയുള്ള ഒറ്റപ്പെട്ട സംഭവങ്ങളുണ്ടെന്ന് നമുക്കറിയാം. അപ്പോൾ ഇങ്ങനെയൊരു അപവാദമുണ്ട്, നിങ്ങൾ കുടുംബത്തിൽ കയറിയാൽ കുടുംബചിത്രം വരുത്തുന്നവരാണ്. അങ്ങനെ ക്രിസ്ത്യാനികളെക്കുറിച്ചുള്ള ഒരു വലിയ അപവാദം അന്ന് വളരെ സജീവമായിട്ട് 1-ാം നൂറ്റാണ്ടിലുണ്ടായിരുന്നു. രണ്ടാമതായിട്ട് അവരെക്കുറിച്ച് പറയുന്നത്, ഇവർ നരഭോജികളാണ്. കാരണം ഇവരുടെ ശുശ്രൂഷയിൽ, നമ്മൾ തിരുവത്താഴ് ശുശ്രൂഷയിൽ കർത്താവിൻ്റെ ശരീരവും രക്തവും അദ്ദേഹം നമ്മൾ ഭക്ഷിക്കുകയും കുടിക്കുകയും ചെയ്യുന്നു. നമുക്കറിയാം, അതിനെക്കുറിച്ച് പല ഉപദേശങ്ങളുണ്ട്. കർത്താവിൻ്റെ ശരീരം, ഈ അപ്പം ശരീരമായി രൂപാന്തരപ്പെടുന്നെന്നും രക്തം യഥാർത്ഥ കർത്താവിൻ്റെ രക്തമായി മാറ്റം സംഭവിക്കുന്നു എന്ന ഒരു വിശ്വാസം. അപ്പോൾ ആ രീതിയിൽ അതങ്ങനെയല്ല. നമ്മളത് കർത്താവിൻ്റെ വരവിനെ കർത്താവിനെ ഓർക്കുവാൻ, ഇതെൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവീനെന്ന് പറഞ്ഞിരിക്കുന്നത് കൊണ്ട്
വസ്തുമാറ്റം സംഭവിക്കുന്നില്ല എന്ന് നമ്മൾ പൂർണ്ണമായി വിശ്വസിക്കുന്നു. എന്നാൽ അന്ന് ഇങ്ങനെയുള്ള അപവാദം ദൈവസഭയ്ക്ക് അവർ നരഭോജികളാണെന്നുള്ളൊരു അപവാദം ഇവർക്കെതിരെ ഉണ്ടായിരുന്നു. അങ്ങനെ ഇത് കോമൺ ആയിട്ടുള്ള ഒരു കാര്യമാണ് അന്ന് നടന്നൊരു കാര്യം. മൂന്നാമതായിട്ട് ഇവരെ കുറിച്ച് പറഞ്ഞത് നമുക്കറിയാം, വിശുദ്ധിക്ക് വേണ്ടിയും ആത്മീയ ജീവിതത്തിനും വളരെ പ്രാധാന്യം കൊടുക്കുമ്പോൾ തന്നെ അതിന് നേരെ ഘടകവിരുദ്ധമായിട്ട് ദൈവജനത്തെ ദുർമാർഗികൾ എന്ന് അപവാദം വിളിക്കുന്നവരാണെന്നുണ്ടായത്. അതിൻ്റെ കാരണം അവർ പറയുന്നത് പുരുഷന്മാരും സ്ത്രീകളും കൂട്ടായ്മയിൽ ഒരുമിച്ച് കൂടുന്നു, പകലും രാത്രിയും ഇല്ലാതെ. നമുക്കറിയാം അപ്പോസ്തലപ്രവൃത്തി 2-ാം അധ്യായം വായിക്കുമ്പോൾ ദിനംപ്രതി ദേവാലയത്തിൽ കൂടി വരുന്നു. മറ്റുള്ളവർക്കില്ലാത്ത നിലയിലുള്ള സഹകരണവും കൂട്ടായ്മയും രാപകലില്ലാതെ ഇവർ കൂടി വരുന്നത് കണ്ടുകൊണ്ട് മറ്റു നിലയിൽ അതിനെ വ്യാഖ്യാനിക്കുകയും അവരെ ദുർമാർഗികൾ എന്ന് വിളിക്കുകയും ചെയ്യുന്ന ആളുകളെന്നുണ്ടായിരുന്നു. അപ്പോൾ ഈ അപവാദങ്ങളെല്ലാം ഗവൺമെന്റിന്റെ ശ്രദ്ധയിൽപ്പെടുകയാണ്. റോമൻ ഗവൺമെന്റാണെന്ന് ഭരിക്കുന്നത്. അപ്പോൾ യഹൂദന്മാരാണ് ഇത് പ്രധാനമായി ആരോപണങ്ങൾ ഉന്നയിക്കുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ളതായ ആരോപണങ്ങൾ ഗവൺമെന്റിന്റെ ശ്രദ്ധയിൽ വന്നപ്പോൾ തന്നിമിത്തമായി പീഡ ദൈവസഭയ്ക്കുണ്ടായി. ഗവൺമെന്റ് അതുകൊണ്ടാണ് അവർക്കെതിരായത്. അപ്പോൾ സത്യം എന്താണ്, യാഥാർത്ഥ്യം എന്താണെന്ന് അവരെ മനസ്സിലാക്കി കൊടുക്കുവാനായിട്ട് ലൂക്കോസ് ഒരു ശ്രമം നടത്തുകയാണെന്നാണ് പറയപ്പെടുന്നത്. ഇതെല്ലാം എന്താണ്, യേശുക്രിസ്തുവിന്റെ സുവിശേഷം എന്താണ്, സഭ എങ്ങനെ ഉടലെടുത്തു, അതിന്റെ വളർച്ച എങ്ങനെയാണ്, അതെന്താണ് വിശ്വസിക്കുന്നത്, ഈ കാര്യങ്ങളെക്കുറിച്ച് ശരിയായ നിലയിൽ നമുക്കതിനെ ഒന്നാം വാക്യങ്ങളൊക്കെ വായിക്കുമ്പോൾ വളരെ റിസർച്ച് ചെയ്ത് ശരിയായ നിലയിൽ അതിനെ അവർക്ക് മുമ്പാകെ ബോധ്യപ്പെടുത്തി കൊടുക്കുവാനായിട്ട് വളരെ ശ്രമകരമായ ഒരു ദൗത്യം ലൂക്കോസ് ഏറ്റെടുക്കുകയാണ്. അപ്പോൾ ഈ അപവാദങ്ങളൊന്നും ശരിയല്ല, സത്യം എന്താണെന്ന് അവരെ കാണിക്കുവാൻ റോമൻ ഗവൺമെന്റിനെ അത് ബോധ്യപ്പെടുത്തുവാനാണ് ഈ പുസ്തകം എഴുതപ്പെട്ടതെന്നുള്ളത് ഒരു ഉദ്ദേശമായിട്ട് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നുണ്ട്. ഇനി ആ വാദഗതികളെയൊക്കെ ഉറപ്പിക്കാനായിട്ട് നമ്മൾ ആ പുസ്തകത്തിലേക്ക് കയറുമ്പോൾ 10-ാം അധ്യായത്തിൽ വരുമ്പോൾ ഒരു കൊർന്നല്യോസിനെ കുറിച്ച് കാണുന്നു. തൻ്റെ വാദഗതിക്ക് ബലമായിട്ട് ചില അധികാരികളുടെ പേരൊക്കെ താൻ പറയുന്നുണ്ട്. എന്തിനാണെന്നറിയാമോ, അവരൊക്കെ എല്ലാവരുമല്ല, ഇവരൊക്കെ ഞങ്ങൾക്ക് അനുകൂലമാണെന്ന് പറയത്തക്ക നിലയിൽ ചില കാര്യങ്ങൾ പറയുന്നുണ്ട്. അതിൽ 10-ൽ ഒരു കൊർന്നല്യോസിനെ കാണുന്നുണ്ട്. 13-ാം അധ്യായത്തിന്റെ 12-ാം വാക്യത്തിൽ വരുമ്പോൾ ഒരു സെർഗിയോസ് പൗലോസ് എന്ന് പറയുന്ന ഒരു അധികാരിയെക്കുറിച്ച് പറയുന്നുണ്ട്. 18-ാം അധ്യായത്തിൽ വരുമ്പോൾ അഖായിലെ ദേശാധിപതിയായ ഗല്ലിയോനെ കുറിച്ച് പറയുന്നുണ്ട്. 16-ാം അധ്യായം 35-ാം വാക്യത്തിൽ വരുമ്പോൾ ജയിലധികാരി, ഫിലിപ്പിയിലെ ജയിലധികാരികളെ കുറിച്ച് നമ്മൾ കാണുന്നു. 19-ാം അധ്യായത്തിൽ വരുമ്പോൾ എഫെസോസിലെ ആസ്യ അധിപന്മാരെ കുറിച്ച് കാണും. ഇവരൊക്കെ സുവിശേഷത്തിന് അനുകൂലമായി നിൽക്കുന്നു. അപ്പം പൗലോസ് തന്റെ വാദഗതിയെ ഉറപ്പിക്കാൻ പറയുകയാണ്, നോക്ക് ഇവരൊക്കെ അധികാരികളാണ്, അവരൊക്കെ ശരിയായിട്ട് കാര്യങ്ങളെ ഗ്രഹിക്കുന്നവരാണെന്ന് പറഞ്ഞിട്ട് തന്റെ വാദഗതിക്ക് ബലമായി ഈ കാര്യങ്ങൾ തന്റെ ചരിത്രത്തിൽ ഉൾപ്പെടുത്തുന്നത് കാണുവാനായിട്ട് സാധിക്കും. അങ്ങനെ ഒരു ലക്ഷ്യം ഇതിനെക്കുറിച്ച് നമുക്ക് കാണുവാൻ കഴിയും. അപ്പം റോമൻ ഗവൺമെന്റിന്റെ മുമ്പിൽ എന്താണ് സുവിശേഷം, സഭ എങ്ങനെയുണ്ട്, അതിന്റെ വളർച്ച എന്താണ് അതിന്റെ ലക്ഷ്യം, ഇതിനെക്കുറിച്ച് വ്യക്തമായ ഒരു ബോധ്യം നൽകുവാൻ പൗലോസ് എഴുതിയതാണ്, അല്ലെങ്കിൽ അതായിരുന്നു മറ്റൊരു ഉദ്ദേശമെന്ന് നമുക്കിതിൽ നിന്ന് മനസ്സിലാക്കുവാൻ കഴിയുന്നുണ്ട്. മൂന്നാമത്തെ കാര്യത്തിലേക്ക് നമ്മൾ വരുമ്പോൾ അതിന്റെ 1-ാം അധ്യായം 8-ാം വാക്യം നമുക്ക് വളരെ കാണാതറിയാവുന്ന ഒരു വാക്യമാണ്. അത് അതിന്റെ ഉദ്ദേശങ്ങളിൽ ഒന്നാണ്. നിശ്ചയമായിട്ടും നിങ്ങൾക്ക് ശക്തി ലഭിച്ചിട്ട് യെരുശലേമിൽ തുടങ്ങി ഭൂമിയുടെ അറ്റത്തോളം എന്ന് പറഞ്ഞാൽ ഈ പുസ്തകം എഴുതിയതിന്റെ ഉദ്ദേശം എന്ന് പറയുന്നത് യെരുശലേം മുതൽ റോം വരെ, അന്ന് അറിയപ്പെടുന്ന സാമ്രാജ്യത്തിന്റെ തലസ്ഥാനമായിരുന്ന റോം വരെയുള്ള സ്ഥലങ്ങളിൽ, അല്ലെങ്കിൽ അവിടെ വരെ ഉണ്ടായിരുന്ന എല്ലാ ജനവിഭാഗങ്ങളിലും വിവിധ സംസ്കാരങ്ങളിൽ വസിക്കുന്ന ജനങ്ങളുടെ ഇടയിലൊക്കെ ഈ സുവിശേഷം കടന്നു ചെല്ലുന്നുണ്ട്. അതാണല്ലോ നമ്മൾ അപ്പോസ്തലപ്രവൃത്തി വായിക്കുന്നത്. അപ്പോൾ ഈ സ്ഥലവിഭാഗങ്ങളിലെല്ലാം വിവിധ സംസ്കാരങ്ങളിലും ജനങ്ങളുടെ ഇടയിലും യെരുശലേം മുതൽ റോം വരെ സുവിശേഷം എങ്ങനെ വ്യാപിച്ചു, അത് വ്യാപിച്ചു എന്ന് മാത്രമല്ല, കേവലം ഒരു ചരിത്രം മാത്രമല്ല, നമ്മൾ ഓരോ ഇൻസിഡന്റിലൂടെ കടന്നു പോകുമ്പോൾ അവിടെ ഉള്ളവർ എങ്ങനെയാണ് ഇതിനോട് പ്രതികരിച്ചത്, എങ്ങനെ ദൈവത്തിന്റെ വചനം പ്രതിബന്ധങ്ങളെയൊക്കെ മറികടന്ന് ഓരോ സംസ്കാരങ്ങളിലും ഓരോ ജനത്തിൻ്റെ ഇടയിലും, അതിൽ വിഗ്രഹാരാധികളുണ്ട്, യഹൂദന്മാരുണ്ട്, പല വിഭാഗത്തിൽപ്പെട്ടവരുണ്ട്, ഇവരോടൊക്കെ പൗലോസ് ദൈവവചനം സംസാരിക്കുന്ന, അല്ലെങ്കിൽ അപ്പോസ്തലന്മാർ കടന്നുപോയി ദൈവവചനം അറിയിക്കുമ്പോൾ എങ്ങനെയാണ് അവർ പ്രതികരിച്ചത്, എങ്ങനെയാണ് ഈ സംസ്കാരങ്ങളിലെല്ലാം ദൈവവചനം ഇത്ര ശക്തമായി വ്യാപിക്കാനിടയായത്. അപ്പോൾ ആ സുവിശേഷത്തിന്റെ ആ സ്ട്രാറ്റജി, അതിന് പൗലോസ് ഉപയോഗിച്ച രീതികൾ, അല്ലെങ്കിൽ ദൈവഭക്തന്മാർ അതിന് സ്വീകരിച്ചതായ നിലപാടുകൾ, ഇതെല്ലാം നിശ്ചയമായിട്ട് നമുക്കറിയാം ഒരു ചരിത്രം എഴുതുക എന്നുള്ളതിനേക്കാൾ ഉപരിയായി കർത്താവിൻ്റെ മഹത്വമുള്ള ശുശ്രൂഷ ചെയ്യുന്ന, അല്ലെങ്കിൽ സുവിശേഷത്തിന് സാക്ഷ്യം വഹിക്കുന്ന, എല്ലാ കാലത്തും ജീവിച്ചിരിക്കുന്ന ദൈവമക്കൾക്ക് നിശ്ചയമായിട്ടും അതെന്താണ്, ഉത്തേജനവും ആവേശവും പ്രയോജനവും നൽകുന്ന അനുഗ്രഹിക്കപ്പെട്ട ഒരു വചനമാണ് അപ്പോസ്തലപ്രവൃത്തിയുടെ പുസ്തകം.
ഇതും നിശ്ചയമായിട്ടും തൻ്റെ ഉദ്ദേശങ്ങളുണ്ടായിരുന്നു എന്നുള്ളതിന് യാതൊരു സംശയമില്ല. കാരണം അതുകൊണ്ടാണല്ലോ വളരെ വ്യക്തമായിട്ട് ആ കാര്യങ്ങളെല്ലാം രേഖപ്പെടുത്തിയിരിക്കുന്നത്. നാലാമത്തെ ഒരു കാര്യം, അപ്പോസ്തല പ്രവൃത്തികൾ 15-ാം അധ്യായം ഒരു പ്രധാന അധ്യായമാണെന്ന് നമുക്കറിയാം. എന്താണ് 15-ാം അധ്യായത്തിന്റെ പ്രത്യേകത? യെരുശലേം കൗൺസിൽ എന്ന് പറയുന്ന ആദ്യത്തെ കൗൺസിൽ കൂടുന്നത് 15-ാം അധ്യായത്തിലാണ്. സഭ ആദ്യത്തെ കൗൺസിൽ കൂടുന്നത് ജെറുസലേം കൗൺസിൽ എന്നാണ് അറിയപ്പെടുന്നത്. എന്തായിരുന്നു ആ കൗൺസിലിലെ വിഷയം? വിജാതീയ പശ്ചാത്തലത്തിൽ നിന്ന് വന്നവർ, അവരും യഹൂദ പാരമ്പര്യത്തിൽ വന്നവരും ഒരുമിച്ചിരുന്നുകൊണ്ട് ദൈവത്തെ ആരാധിക്കുമ്പോൾ അവർക്ക് മുൻപോട്ട് പോകാൻ കഴിയാത്ത ചില പ്രശ്നങ്ങൾ അവിടെ ഉണ്ടാകുന്നത്. എന്താണ് പ്രശ്നങ്ങൾ? വിജാതീയർ നമുക്കറിയാം, അവര് പരിച്ഛേദനയേറ്റവരല്ല. മോശയുടെ ന്യായപ്രമാണം അവർക്ക് ഒരുപക്ഷെ അറിയത്തില്ല, അല്ലെങ്കിൽ അവർ അത് പൂർണ്ണമായിട്ട് അനുസരിക്കുന്നവരായിരുന്നില്ല. എന്നാൽ കർത്താവിനെ അറിഞ്ഞ് അവർ ദൈവമക്കളായി മാറി. അത് ദൈവം നൽകിയ അധികാരമാണ്. കർത്താവിൽ വിശ്വസിക്കുന്നവൻ ആരായി മാറുന്നു? ദൈവ പൈതലായി മാറുന്നു. അവനെ കൈക്കൊണ്ടവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ അവന് അധികാരം കൊടുത്തു. അങ്ങനെ കർത്താവിന്റെ സന്നിധിയിലേക്ക് വന്ന വിജാതീയരായവർ, യഹൂദ പാരമ്പര്യത്തിൽ നിന്ന് വന്നവർക്ക് അവരോടൊപ്പം ഇരുന്ന് ഭക്ഷണം കഴിക്കുവാൻ, അവരോടൊപ്പം ഇരുന്ന് കൂട്ടായ്മ കാണിക്കുവാൻ അവർക്ക് വിമുഖതയുണ്ടായി. കുറച്ച് കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞു, നിങ്ങളുടെ രക്ഷ, നിങ്ങൾ രക്ഷിക്കപ്പെട്ടില്ലെന്ന് അവർ പറഞ്ഞില്ല, പക്ഷെ നിങ്ങളുടെ രക്ഷ പൂർണ്ണമാകണമെങ്കിൽ നിങ്ങൾ മോശ കൽപ്പിച്ച ന്യായപ്രമാണം കൂടെ, അതിലെ പരിച്ഛേദന നിങ്ങൾ ആചരിക്കണമെന്ന് നിർബന്ധിക്കാൻ തുടങ്ങി. കുറച്ച് കഴിഞ്ഞപ്പോൾ എങ്കിലേ ഞങ്ങൾക്ക് നിങ്ങളെ സ്വീകരിക്കാൻ പറ്റൂ. നമുക്കറിയാം അത് വലിയ പ്രശ്നമായി. എന്നാൽ നിങ്ങൾക്കറിയാം, ഈ 15-ാം അധ്യായം ഒരു പ്രധാന സംഭവമായിരുന്നു. ഈ ഒരു വിഷയം യെരുശലേം സഭയിൽ വളരെ ശക്തിയാർജിച്ചു വന്നപ്പോൾ ദൈവത്തിൻ്റെ ദാസന്മാർ ഒരുമിച്ച് കൂടി അതിനൊരു തീരുമാനം കൈക്കൊള്ളുന്നതാണ്, അല്ലെങ്കിൽ ആദ്യമായിട്ട് ഈ വിഷയത്തിന് വേണ്ടിയാണ് യെരുശലേം കൗൺസിൽ കൂടുന്നത്. 15-ാം അധ്യായത്തിൽ യെരുശലേം കൗൺസിൽ. അതിൽ പലര് അഭിപ്രായങ്ങൾ പറയുന്നുണ്ട്, പല ചർച്ചകൾ അവിടെ നടക്കുന്നു. അവസാനം അവരെടുത്ത തീരുമാനമാണ് നമ്മളതിൻ്റെ 28-29 വാക്യം ഒന്ന് വായിച്ചാട്ട്. 15-ാം അധ്യായം 28-29 വിജാതീയരുള്ള ബന്ധത്തിൽ അവർ പാലിക്കേണ്ട, അല്ലെങ്കിൽ അവർ ഒരുമിച്ചെടുത്ത യുനാനിമസ് ആയിട്ട് അവരെടുത്തൊരു ഡിസിഷനാണ് 28-29 വാക്യം. വായിച്ചാട്ടെ. ആ ആ ആ ഇതെല്ലാം ആവശ്യം, നിങ്ങൾ ഇതൊക്കെ ചെയ്താൽ നല്ലത്, ആവശ്യമെന്നല്ലാതെ അധികമായ ഭാരമൊന്നും നിങ്ങളുടെ മേൽ ചുമത്തരുതെന്ന് പരിശുദ്ധാത്മാവിനും ഞങ്ങൾക്കും തോന്നി. നിങ്ങൾ ആ ഭാഗം ആദ്യം തൊട്ട് വായിച്ചാൽ ആ കൗൺസിലിൽ പലരും, അധ്യക്ഷനായ യാക്കോബ് സംസാരിക്കുന്നുണ്ട്, പലരും അവരുടെ അഭിപ്രായങ്ങൾ പറയുന്നുണ്ട്. അവസാനം അവരെടുത്ത ഒരു തീരുമാനമാണ് നമ്മൾ 28. അധിക ഭാരമൊന്നും, കാരണം നിങ്ങളും ആരാണ്? ഏത് പശ്ചാത്തലത്തിൽ നിന്ന് കർത്താവിനെ കൈകൊണ്ട് വന്നു കഴിയുമ്പോൾ നിങ്ങൾ ആരായി മാറി? ദൈവത്തിൻ്റെ ജനമായി നിങ്ങൾ മാറി, വിശുദ്ധന്മാരുടെ സഹപൗരന്മാരായി നിങ്ങൾ മാറി. ഒരു വ്യത്യാസം അവിടെ ഇല്ല. അപ്പോൾ ഈ അപ്പോസ്തല പ്രവൃത്തികൾ ലൂക്കോസ് ഇത് എഴുതുമ്പോൾ നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യം നോക്കുക. അന്ന് വ്യത്യസ്ത ജാതി വിഭാഗങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഈ വേലിക്കെട്ടുകൾക്കെല്ലാം അപ്പുറമാണ്, ഈ ജാതി വേലിക്കെട്ടുകൾക്കെല്ലാം അപ്പുറമാണ് സുവിശേഷമെന്ന് എഴുത്തുകാരൻ വ്യക്തമാക്കുന്ന ഒരു സംഭവം കൂടെയാണ് അത്. ദൈവത്തിന് സ്തോത്രം. അത്ര കൃത്യമായിട്ട് നോക്കുക. അപ്പോൾ അന്ന് നിലവിലിരുന്ന ആ ജാതി സമ്പ്രദായങ്ങൾക്കെല്ലാം അതീതമാണ് സുവിശേഷം. സുവിശേഷം ഒരു മനുഷ്യനിൽ വന്നു കഴിയുമ്പോൾ അവനിൽ പരിവർത്തനമുണ്ടാകുന്നു. നിങ്ങളതിൻ്റെ 23-ാം വാക്യോട് വായിക്കാമോ? അവരെ വിളിച്ച ഒരു പേരവിടെ എഴുതിയിട്ടുണ്ട്. 23-ാം വാക്യം. ആ സഹോദരൻ മൂപ്പന്മാരുമായ ആ ആ മതി, ജാതികളിൽ നിന്നും ചേർന്ന സഹോദരന്മാർക്ക്. അത് വളരെ വളരെ പ്രത്യേകതയുള്ളൊരു പദമാണ്. അപ്പൊ നോക്ക്, അവരെയും സഹോദരന്മാരായി കരുതത്തക്ക നിലയിൽ ജാതി വേലിക്കെട്ടുകൾക്കെല്ലാം അതീതമായി അവരെയും കൂടെ ചേർക്കുന്ന ഒരപ്പത്തിൻ്റെ അംശികളായി സഹോദരന്മാരെന്ന് അഭിസംബോധന ചെയ്യുന്ന വളരെ അനുഗ്രഹിക്കപ്പെട്ടൊരു അധ്യായമാണ് അപ്പോസ്തല പ്രവൃത്തി 15-ാം അധ്യായം. നമ്മളതിൻ്റെ ഗൗരവത്തോടെ മനസ്സിലാക്കുമ്പോഴാണ് അന്ന് നിലവിലുണ്ടായിരുന്ന ആ ജാതീയ പശ്ചാത്തലത്തിൽ കർത്താവിൻ്റെ കൃപയിലേക്ക് വന്ന ദൈവമക്കളെ ഇരുകൈയോടുകൂടെ സ്നേഹിക്കുവാനും അവരെ സഹോദരന്മാരെന്ന് അവരെ ഉൾക്കൊള്ളുവാനും കഴിയുന്ന ഒരു അനുഗ്രഹിക്കപ്പെട്ട അനുഭവം. അപ്പം സുവിശേഷം ഈ ജാതി വേലിക്കെട്ടുകൾക്കെല്ലാം അതീതമാണെന്ന് തെളിയിക്കുന്നത് എഴുത്തുകാരനായ ലൂക്കോസിൻ്റെ ഒരു വലിയ ഉദ്ദേശമായിരുന്നു. അടുത്ത ഭാഗത്തിലേക്ക് വരട്ടെ. 3-4 കാര്യങ്ങൾ ഞാൻ പറഞ്ഞു. 5-മതൊരു കാര്യം കൂടെ വേദപണ്ഡിതന്മാർ പറയുന്നുണ്ട്. അതിൻ്റെ ഒരു കാരണം നമുക്കറിയാം. ഈ അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകത്തിൽ നമുക്കൊരു ചോദ്യം ഇതാണ്. അതിൻ്റെ അവസാനത്തിൽ പൗലോസ് 2 വർഷം കാരാഗ്രഹവാസിയായി ഇരിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ടാണ് അത് അവസാനിക്കുന്നത്, ഇല്ലേ? പൗലോസിൻ്റെ കാരാഗ്രഹവാസം പറഞ്ഞുകൊണ്ടാണ് ഇത് അവസാനിക്കുന്നത്. പൗലോസിൻ്റെ മരണവും
വിസ്താരവും ഒന്നും അതിനകത്ത് എഴുതിയിട്ടില്ല. അപ്പോൾ എല്ലാ കാലത്തും വേദപണ്ഡിതന്മാർക്കൊരു ചോദ്യം ഇതാണ്: എന്തുകൊണ്ട് ലൂക്കോസ് അത് രേഖപ്പെടുത്തിയില്ല? പൗലോസിൻ്റെ മരണവും വിസ്താരവും എന്തുകൊണ്ട് രേഖപ്പെടുത്തിയില്ല? ഇത് എഴുതപ്പെട്ട കാലഘട്ടം ഞാനതിലേക്ക് വരുന്നുണ്ട്. നിശ്ചയമായിട്ടും ലൂക്കോസ് അത് അറിഞ്ഞിരിക്കണം. പക്ഷെ എന്തുകൊണ്ട് ഈ പുസ്തകത്തിൽ ഇത്രയും അധികം അധ്യായങ്ങളിൽ പൗലോസിൻ്റെ മിഷണറി യാത്ര, പൗലോസിനോടൊപ്പം യാത്ര ചെയ്ത ഒരാൾ, കാരാഗൃഹത്തിലുണ്ടായിരുന്ന ഒരാൾ, എന്തുകൊണ്ട് പൗലോസിൻ്റെ മരണവും ആ റോമൻ വിസ്താരവും എന്തുകൊണ്ട് തൻ്റെ എഴുത്തുകളിൽ, നിശ്ചയമായിട്ടും ഒരു ചരിത്രകാരൻ എന്നുള്ള നിലയിൽ എന്തുകൊണ്ട് താൻ രേഖപ്പെടുത്തിയില്ല എന്നൊരു ചോദ്യമുണ്ട്. അതിന് വേദപണ്ഡിതന്മാർ നൽകുന്ന ഒരു മറുപടി ഇതാണ്. ഞാൻ പറഞ്ഞു, ഒരു പുസ്തകത്തിൻ്റെ 2 വോളിയമാണ് ലൂക്കോസിൻ്റെ സുവിശേഷവും അപ്പോസ്തല പ്രവൃത്തി. 2 വോളിയമായിട്ട് എഴുതി. ലൂക്കോസിന് 3-മതൊരു വോളിയം എഴുതാൻ താല്പര്യം ഉണ്ടായിരുന്നുവെന്നാണ് മിക്ക വേദപണ്ഡിതന്മാരും പറയുന്നത്. അപ്പോൾ ആ വോളിയത്തിൽ റോമൻ വിസ്താരവും തൻ്റെ മരണവും പ്രതിപാദിക്കാമെന്ന് വിചാരിച്ചത് കൊണ്ടാണ് ലൂക്കോസ് ഇത് അപ്പോസ്തല പ്രവൃത്തി രേഖപ്പെടുത്താഞ്ഞത് എന്ന് വേദപണ്ഡിതന്മാർ അഭിപ്രായപ്പെടുന്നു. അതിന് അവരുടേതായ ചില കാരണങ്ങളൊക്കെ ഉണ്ട്. ഞാൻ അതിലേക്ക് പോകുന്നില്ല. അങ്ങനെ ഒരു ചോദ്യമുണ്ട്. സാധാരണ നമുക്കും അത് വായിക്കുമ്പോൾ തോന്നാറുണ്ട്. കാരണം ഇത്രയും രേഖപ്പെടുത്തിയിട്ട് അവസാനം പൗലോസിൻ്റെ മരണത്തെക്കുറിച്ചും ചരിത്രത്തിൽ നിന്നൊക്കെ നമുക്ക് ചില ഊഹാഭോഗങ്ങൾ അല്ലെങ്കിൽ ചില പാരമ്പര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കുന്നെങ്കിലും രക്തസാക്ഷിയായി എന്നൊക്കെ നമുക്കറിയാം. എന്നാൽ ഒരു പക്ഷേ ഈ അപ്പോസ്തല പ്രവൃത്തിയിൽ അത് രേഖപ്പെടുത്തിയിരുന്നെങ്കിൽ എന്ന് ചിന്തിക്കുന്നവരുണ്ട്, അല്ലെങ്കിൽ നമ്മളും ചിന്തിച്ചിട്ടുണ്ടാകാം. എന്നാൽ എഴുത്തുകാർ അതിന് പറയുന്നൊരു മറുപടി ഇതാണ്: ലൂക്കോസിൻ്റെ ആദ്യത്തെ സുവിശേഷത്തിൽ യേശുക്രിസ്തുവിൻ്റെ ജീവിതവും ശുശ്രൂഷയും താൻ രേഖപ്പെടുത്തി. 2-ാം വോള്യത്തിൽ സഭയുടെ ആരംഭവും അതിൻ്റെ വളർച്ചയും രേഖപ്പെടുത്തി. 3-മതൊരു വോളിയം കൂടെ തനിക്ക് എഴുതാൻ ഉദ്ദേശമുണ്ടായിരുന്നു എന്ന് വേദപണ്ഡിതന്മാർ, അതിൽ പൗലോസിൻ്റെ മരണവും അതിനോടുള്ള ബന്ധത്തിൽ തൻ്റെ വിസ്താരത്തെക്കുറിച്ചുമാണ് താൻ എഴുതാനിരുന്നതെന്ന് പറയപ്പെടുന്നു. നമുക്കത് ലഭിച്ചില്ല, അല്ലെങ്കിൽ ഒരുപക്ഷെ ലൂക്കോസ് അത് എഴുതാൻ സാഹചര്യം ലഭിച്ചു കാണത്തില്ലായിരിക്കും. 5 പ്രധാന ഉദ്ദേശങ്ങൾ ദൈവവചന പഠനത്തോട് ഓർപ്പിച്ചു. 1, പീഡനത്തിൻ്റെ പശ്ചാത്തലത്തിൽ റോമാ ഗവൺമെൻറ്റിനെ ബോധ്യപ്പെടുത്തുന്നതിന് ദൈവവചനം എന്താണ്, അല്ലെങ്കിൽ സഭയെന്ന് പറഞ്ഞാൽ എന്താണ്, അവരെ അപവാദങ്ങളുടെ നടുവിൽ ഗവൺമെൻറ് അവരെ പീഡിപ്പിക്കുന്ന പശ്ചാത്തലത്തിൽ സുവിശേഷത്തിൻ്റെ സത്യം എന്താണെന്ന് മനസ്സിലാക്കുവാൻ വേണ്ടി ഇത് താൻ എഴുതി. 2, ക്രിസ്തുമാർഗത്തിൻ്റെ വളർച്ച അതെടുത്ത് കാണിക്കാനായിട്ട് പൗലോസ് ഇത് എഴുതിയെന്ന് ഞാൻ പറഞ്ഞു. 3, അന്ന് നിലവിലുണ്ടായിരുന്ന എല്ലാ സംസ്കാരങ്ങളും യെരുശലേം മുതൽ അറിയപ്പെട്ട ലോക സാമ്രാജ്യത്തിൻ്റെ തലസ്ഥാനമായ റോം വരെയും സുവിശേഷം എങ്ങനെ പടർന്നു എന്നുള്ള ഒരു ചരിത്ര വിവരണം, അതിൽ എല്ലാ കാലത്തും ഉള്ള ദൈവമക്കൾക്ക് സുവിശേഷ വേലയിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് പ്രയോജനവും അതുപോലെ തന്നെ ഉത്തേജനവും നൽകുന്ന അനുഗ്രഹിക്കപ്പെട്ടൊരു സാക്ഷ്യമാണ് നമുക്ക് അവിടെ കാണുവാൻ കഴിയുന്നത്. അതും തൻ്റെ ലക്ഷ്യങ്ങളിൽ ഒന്നായിരുന്നു എന്ന് കാണുവാൻ കഴിയും. മറ്റൊന്ന് ഞാൻ പറഞ്ഞത്, ജാതീയ വേലിക്കെട്ടുകൾക്കെല്ലാം അതീതമായി സുവിശേഷം എങ്ങനെ നിലകൊണ്ടു എന്ന് വ്യക്തമാക്കുന്നതായിരുന്നു. അതിനുവേണ്ടി ഉള്ളൊരു ശ്രമമായിരുന്നു. നമുക്ക് 15-ാം അധ്യായത്തിലെ ഉദാഹരണം ഞാൻ പറഞ്ഞു. അങ്ങനെ നമുക്കത് കാണുവാൻ കഴിയും. മറ്റൊന്ന്, പൊതുവിൽ ഉണ്ടായ ഒരു ചോദ്യമാണ് പൗലോസിൻ്റെ അന്ത്യത്തെക്കുറിച്ചും വിസ്താരത്തെക്കുറിച്ചും. അത് കാണുന്നില്ല. അത് 3-മതൊരു വാല്യം കൂടെ എഴുതണമെന്ന ഉദ്ദേശം തനിക്കുണ്ടായിരുന്നതുകൊണ്ടായിരിക്കാം എന്ന് വേദപണ്ഡിതന്മാർ അഭിപ്രായപ്പെടുന്നു. ലൂക്കോസിൻ്റെ സുവിശേഷം 1-ാം അധ്യായം അതിൻ്റെ 3-മത്തെ വാക്യം ഒന്ന് വായിക്കാം. നമുക്ക് 2 കാര്യം കൂടെ ഓർപ്പിച്ച് ഇത് ആർക്കെഴുതി എന്നുള്ളതിനെ സംബന്ധിച്ച് 1-2 കാര്യം കൂടെ ഓർപ്പിച്ച് ഇന്നത്തെ ക്ലാസ് അവസാനിപ്പിക്കാം. 1-ന്റെ 3-ാം വാക്യവും അപ്പോസ്തല പ്രവൃത്തി ആദ്യത്തെ വാക്യം കൂടെ ഒന്ന് വായിച്ചാട്ടെ. ലൂക്കോസ് 1-ാം അധ്യായം 3-ാം വാക്യം. അപ്പോസ്തല പ്രവൃത്തി 1-ാം അധ്യായം 1-ാം വാക്യം കൂടെ. മതി. അവിടെയും തിയോഫിലോസ് എന്ന് കാണുന്നുണ്ട്. ലൂക്കോസ് 1-ന്റെ 3 ഞാൻ പറഞ്ഞു. അതിൻ്റെ 1 മുതൽ വായിച്ചാൽ അത് കാണാൻ കഴിയും. ശ്രീമാനായ തെയോഫിലോസിനാണ് ഇത് എഴുതുന്നത്. ശ്രീമാനായ തെയോഫിലോസേ. അപ്പോൾ ഒരു തെയോഫിലോസിന് അഡ്രസ്സ് ചെയ്തുകൊണ്ടാണ് ലൂക്കോസ് തൻ്റെ സുവിശേഷം എഴുതുന്നത്. അപ്പോസ്തല പ്രവൃത്തിയിലും നമുക്കത് കാണുവാൻ കഴിയുന്നുണ്ട്. അപ്പം ഞാൻ പറഞ്ഞു, ഇത് ഒരു പുസ്തകത്തിൻ്റെ 2 വോളിയമാണ്. അപ്പോൾ അന്നത്തെ എഴുത്തിൻ്റെ രീതി അനുസരിച്ച് 2 വോളിയം നമ്മൾ പബ്ലിഷ് ചെയ്യുമ്പോൾ അതിൻ്റെ ആമുഖം എപ്പോഴും ഒന്നായിരിക്കും. 2 പുസ്തകത്തിൻ്റെയും കൂടെ ആമുഖം ഒരു ആമുഖമായിരിക്കും. അങ്ങനെയാണ് സാധാരണ അന്നത്തെ എഴുത്ത് രീതി. അപ്പോൾ
ലൂക്കോസിന്റെ സുവിശേഷത്തിൽ കാണുന്ന ആമുഖം ഈ രണ്ട് പുസ്തകങ്ങളുടെയും ആമുഖമായിട്ട് വേദപണ്ഡിതന്മാർ കരുതുന്നുണ്ട്. അതുകൊണ്ടാണ് നിങ്ങൾ നോക്കിയേ, ലൂക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായം 1-ാം വാക്യം ഒന്നുകൂടെ ഒന്ന് വായിച്ചേ. ആ ആ ആ നമ്മെ ഭരമേൽപ്പിച്ചതുപോലെ ആ ആ ആ ആ നിശ്ചയം നീ അറിയേണ്ടതിന് അത് ക്രമമായി എഴുതുന്നത് നന്നെന്ന് ആദ്യം മുതൽ സകലവും സൂക്ഷ്മമായി പരിശോധിച്ചിട്ട് എനിക്ക് തോന്നിയിരിക്കുന്നു. അപ്പോൾ 5 കാര്യങ്ങൾ അതിനകത്തുണ്ട്. ദൈവം അടുത്ത ക്ലാസ്സിൽ അത് ഓർപ്പിക്കാം. അപ്പോൾ വെറുതെ അങ്ങ് എഴുതിയതല്ല ലൂക്കോസ്, വളരെ കൃത്യമായിട്ട് ഈ 2 പുസ്തകങ്ങൾക്കും ആമുഖമായി രേഖപ്പെടുത്തിയിരിക്കുന്ന ഒരു കാര്യമാണ് ഈ ലൂക്കോസ് നമ്മൾ വായിച്ചത്. അപ്പോൾ അപ്പോസ്തല പ്രവൃത്തിയും വളരെ സൂക്ഷ്മമായിട്ട് റിസർച്ച് എന്നതിനെ കൊടുത്തിരിക്കുന്നത് വളരെ കൃത്യതയോടുകൂടി രേഖപ്പെടുത്തിയ ചരിത്രമാണ് എന്ന് തെളിയിക്കുന്ന ഒരു പ്രിഫേസ് അല്ലെങ്കിൽ ഒരു ആമുഖമാണ് നമുക്ക് ഈ പുസ്തകത്തിന് ലഭിച്ചിരിക്കുന്നത്. നമുക്കതിൻ്റെ വിശദീകരണം അടുത്ത ക്ലാസ്സിലേക്ക് ആ അധ്യായത്തിലേക്ക് കയറുമ്പോൾ നമുക്ക് ചിന്തിക്കാം. ഈ തെയോഫിലോസ് ആരാണ്? അപ്പോൾ ശ്രീമാനായ തെയോഫിലോസ് നമുക്ക് അത്ര അറിയത്തുള്ളൂ, വേറൊന്നും അതിനെക്കുറിച്ച് അറിയത്തില്ല. അപ്പോൾ അതിനെക്കുറിച്ച് 3-4 ചിന്തകളുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, വേദപണ്ഡിതന്മാർ അതിനെക്കുറിച്ച് പറയുന്ന 3-4 ചിന്തകൾ. ഒന്ന്, പൊതുവിൽ പറയുന്നത് ക്രിസ്തു വിശ്വാസം സ്വീകരിച്ച്, അതൊരു ജാതീയ പേരാണ് തെയോഫിലോസ്. അപ്പോൾ ക്രിസ്തു വിശ്വാസം സ്വീകരിച്ച ഏതോ മാന്യനായ ഒരു റോമൻ ഉദ്യോഗസ്ഥനായിരിക്കും. അതുകൊണ്ടാണ് ശ്രീമാനായ, അല്ലെങ്കിൽ ശ്രീമാൻ എന്ന് കൊടുത്തിരിക്കുന്നത് ഒരു ബഹുമാനാർത്ഥം വിളിക്കുന്ന ഒരു, നമ്മളും ബഹുമാനമുള്ളവരെ അങ്ങനെ പേരിനോട് ചേർത്ത് ശ്രീമാൻ അല്ലെങ്കിൽ ഇസൈനസ് എന്നൊക്കെ പറയുന്ന പോലെയുള്ള ഒരു പദമാണ് ഗ്രീക്കിലും അത് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ബഹുമാനാർത്ഥം ഉപയോഗിക്കുന്ന ഒരു പദമായതുകൊണ്ട് ആ തെയോഫിലോസ് ക്രിസ്തു വിശ്വാസം സ്വീകരിച്ച ഒരു റോമൻ ഉദ്യോഗസ്ഥനായിരിക്കാം എന്നാണ് പറയുന്നത്. ഇനി ഒന്നുകൂടെ അതിന് കൊടുക്കുന്ന വിശദീകരണം ഇതാണ്. നമുക്കറിയാം, പൗലോസ് എവിടെ കിടക്കുകയാണ്? കാരാഗൃഹത്തിൽ കിടക്കുന്നതാണ് അതിൻ്റെ ഒടുവിൽ നമ്മൾ കാണുന്നത്. അപ്പോൾ റോമിലെ വിസ്താരവുമായി ബന്ധപ്പെട്ട ഏതോ ഒരു ഉദ്യോഗസ്ഥനായിരിക്കാം എന്ന് പണ്ഡിതന്മാർ പറയുന്നു. റോമിൽ പൗലോസിനെ വിസ്തരിക്കുവാനായിട്ട് നിയോഗിക്കപ്പെട്ട ഉദ്യോഗസ്ഥന്മാരുടെ കൂട്ടത്തിൽ ആരെങ്കിലും ആയിരിക്കാം. അവരോട് എന്താണ് പൗലോസ് ചെയ്തത്, സുവിശേഷം എന്താണ്, അതിൻ്റെ സത്യാവസ്ഥ എന്ന് മനസ്സിലാക്കുവാൻ അദ്ദേഹത്തിന് എഴുതിയതായിരിക്കാം എന്ന് അതിൻ്റെ ഉദ്ദേശത്തോടുകൂടെ നമുക്കത് മനസ്സിലാക്കുന്ന കഴിയും. തെയോഫിലോസ് എന്ന് പറയുന്ന വ്യക്തി റോമൻ ഗവൺമെൻറ്റിലെ ഒരു ഉദ്യോഗസ്ഥനായിരിക്കാം എന്ന് പറയപ്പെടുന്നു. മറ്റൊന്ന്, തെയോഫിലോസ് എന്ന് പറയുന്നത് കോമൺ ആയിട്ട് പറയുന്ന അന്നൊരു കോമൺ നെയിമാണ് തെയോഫിലോസ്. ക്രിസ്തീയ വിശ്വാസം സ്വീകരിച്ച ഒരാളാണ്, ഒരാൾക്ക് എഴുതുകയാണ് ലൂക്കോസ്. എന്തിനാണ് അങ്ങനെ എഴുതുന്നത്? ഈ സുവിശേഷവും താൻ കേട്ടതും താൻ കണ്ടതുമായ കാര്യങ്ങൾ വളരെ ക്രമമായിട്ട് എഴുതി ഒരാൾക്ക് കൊടുക്കുന്നതിൻ്റെ ഉദ്ദേശം എന്താണ്? തെയോഫിലോസ് എന്ന് പറയുന്ന ഒരാൾ ക്രിസ്തീയ വിശ്വാസം സ്വീകരിച്ചൊരു മനുഷ്യനായിരിക്കാം. അദ്ദേഹത്തിന് കർത്താവിൻ്റെ വചനത്തിലും ഉപദേശത്തിലും വളരാനായിട്ട് അദ്ദേഹത്തിന് ലൂക്കോസ് കൊടുത്ത ഒരു എഴുത്തായിരിക്കാം ഈ പുസ്തകം. അല്ലെങ്കിൽ ആ വിശ്വാസത്തിൽ അദ്ദേഹം വളരാൻ ആവശ്യമായ ഉപദേശം നൽകാനായിട്ടായിരിക്കാം ഇതെഴുതിയത് എന്ന് മറ്റൊരു കൂട്ടർ പറയുന്നു. അല്ലെങ്കിൽ അതിനോട് ചേർന്ന് വരുന്നൊരു ചിന്തയാണ്. എന്തായിരുന്നാലും ഞാൻ പറഞ്ഞില്ല, ഈ തിയോഫിലോസ് ആരാണെന്ന് നമുക്ക് വേറെ തെളിവുകളൊന്നുമില്ല. അതുകൊണ്ടാണ് ഈ കാര്യങ്ങൾ ഇങ്ങനെ വേദപണ്ഡിതന്മാർ ഓരോ കാരണങ്ങൾ പറഞ്ഞ് ഈ വേദഭാഗം വിശദീകരിക്കുന്നത്. മൂന്നാമത്തെ ഒരു ചിന്ത, ഈ പദം തെയോഫിലോസ് എന്നുള്ള പദം, തെയോസ് എന്ന് പറഞ്ഞാൽ എന്താണ്? സാധാരണ തെയോസ് എന്ന് പറഞ്ഞാൽ ദൈവം എന്നുള്ള ഗ്രീക്കിന് ദൈവത്തിന് പറയുന്ന പേരാണ് തെയോസ്, THEOS. തെയോസ് ഫിലെയിൻ എന്ന് പറയുന്ന 2 ഗ്രീക്ക് വാക്കുകൾ ചേർന്നാണ് എന്നുണ്ടായിരിക്കുന്നത് തെയോഫിലോസ്, തെയോസ് ആൻഡ് ഫിലെയിൻ. അപ്പോൾ തെയോസ് എന്ന് പറഞ്ഞാൽ ദൈവമെന്നും ഫിലെയിൻ എന്ന് പറഞ്ഞാൽ സ്നേഹം. അപ്പം ദൈവത്തിൻ്റെ സ്നേഹിതനെന്നുള്ളൊരു അർത്ഥമാണ് അതിനുള്ളത്, ആ പദത്തിനർത്ഥം. ഒരു ഗ്രീക്ക് വാക്കിൻ്റെ അർത്ഥം എത്രയേ ഉള്ളൂ? ദൈവത്തിൻ്റെ സ്നേഹിതൻ. അപ്പോൾ ഒരു കൂട്ടർ പറയുന്നത് അതൊരു വ്യക്തിയുടെ പേരെന്നതിനേക്കാൾ പിന്നെന്താണ്, ദൈവത്തിന് പ്രിയരായ സകലരെയും ഉദ്ദേശിക്കുന്ന ഒരു പദമാണ്, അല്ലേ? ദൈവത്തിൻ്റെ സ്നേഹിതരായിട്ടുള്ളവർക്കെല്ലാം എഴുതിയതാണ്. അങ്ങനെയാണെങ്കിൽ ക്രിസ്തു ശിഷ്യരെ, അന്ന് കർത്താവിൻ്റെ കൽപ്പന അനുസരിച്ചവരും അല്ലെങ്കിൽ കർത്താവിനെ പിൻപറ്റിയവരെ എല്ലാം, പൊതുവായ ശിഷ്യന്മാരെ എല്ലാം കൂടെ സംബോധന ചെയ്ത് എഴുതിയതാണ് ഏത്? ലൂക്കോസിൻ്റെ സുവിശേഷവും അപ്പോസ്തല പ്രവൃത്തി എന്നാണ് പൊതുവെ ആ പേരിൻ്റെ അർത്ഥം വെച്ചുകൊണ്ട് വേദപണ്ഡിതന്മാർ പറയുന്നത് തിയോസ് ആൻഡ് ഫിലെയിൻ എന്ന് പറഞ്ഞാൽ
ദൈവത്തിൻ്റെ സ്നേഹിതനെന്ന് അതിൻ്റെ അർത്ഥം. അപ്പോൾ ദൈവത്തെ സ്നേഹിക്കുന്ന എല്ലാവർക്കും ക്രിസ്തു ശിഷ്യരായിരുന്നു അന്നുണ്ടായിരുന്ന എല്ലാവരെയും കൂടെ സംബോധന ചെയ്തുകൊണ്ട് ലൂക്കോസ് യേശു ക്രിസ്തുവിനെ കുറിച്ച് ഒരു അനുഗ്രഹിക്കപ്പെട്ട സുവിശേഷവും സഭയുടെ നല്ലൊരു ചരിത്രവും അവർക്ക് പ്രസൻറ്റ് ചെയ്യുകയാണ് ചെയ്തത് എന്ന് ഇവിടെ ആ പേരിൻ്റെ അർത്ഥത്തിൽ നിന്ന് പറയാറുണ്ട്. ദൈവത്തിൻ്റെ സ്നേഹിതനെന്ന് മാത്രമേ അതിനർത്ഥമുള്ളൂ എന്ന് പറയുന്നുണ്ട്. മറ്റൊന്ന്, ഞാൻ മുമ്പേ ലൂക്കോസിനെ കുറിച്ച് പറഞ്ഞപ്പോൾ ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. തിയോഫിലോസ് എന്ന് പറയുന്നത് ഒരു യജമാനായിരുന്നു. ലൂക്കോസ് അദ്ദേഹത്തിൻ്റെ അടിമയായിരുന്നു. വൈദ്യനായിരുന്നെങ്കിലും താനൊരു അടിമയായിരുന്നു. ഫിലിപ്പി പട്ടണത്തിൽ വൈദ്യവൃത്തി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ താനൊരു അടിമയായിരുന്നു. ഈ തിയോഫിലോസ് എന്ന് പറയുന്ന എൻ്റെ യജമാനൻ രോഗിയായി മാറി. ഈ വൈദ്യനായ ലൂക്കോസ് അദ്ദേഹത്തെ ചികിത്സിച്ചതിൻ്റെ ഫലമായിട്ട് തിയോഫിലോസ് സൗഖ്യമുള്ളവനായി. അപ്പോൾ തിയോഫിലോസ് എന്ത് ചെയ്തു? അതിന് ഉപകാരമായിട്ട് ലൂക്കോസിനെ സ്വതന്ത്രനാക്കി വിട്ടയക്കുന്നു. അതിനുപകാരമായിട്ട് ലൂക്കോസ് എന്തെങ്കിലും ഈ തിയോഫിലോസിന് കൊടുക്കണമല്ലോ എന്ന് വിചാരിച്ചപ്പോൾ അദ്ദേഹത്തിന് മനസ്സിൽ വന്നത് കർത്താവിൻ്റെ മാറ്റമില്ലാത്ത സുവിശേഷവും ദൈവസഭയുടെ വളർച്ചയും. ഇതിൽ വലിയൊരു ഗിഫ്റ്റ് അദ്ദേഹത്തിന് കൊടുക്കാനില്ലല്ലോ. അപ്പോൾ അത് സൂക്ഷ്മമായിട്ട് എഴുതി ഇദ്ദേഹത്തിന് പ്രസൻറ്റ് ചെയ്തിട്ടാണ് ലൂക്കോസ് പോകുന്നതെന്നാണ് മറ്റൊരു ചിന്ത. അങ്ങനെ തിയോഫിലോസ് ഈ ഗിഫ്റ്റ്, അതുകൊണ്ടാണ് ശ്രീമാനായ തിയോഫിലോസെ എന്ന് പറഞ്ഞ് തനിക്ക് കൊടുക്കുന്ന ഒരു ഗിഫ്റ്റായിട്ട് ഇതിനെക്കുറിച്ച് പ്രതിപാദിക്കുന്നുണ്ട്. ദൈവത്തിന് സ്തോത്രം. അപ്പോൾ 3-4 ചിന്തകളെക്കുറിച്ച് ഞാൻ പറഞ്ഞു. എന്തായിരുന്നാലും വ്യക്തമായിട്ട് തിയോഫിലോസ് ഒരു വ്യക്തിയാണോ അല്ലെങ്കിൽ സഹോദരന്മാരെ എല്ലാം ഉദ്ദേശിച്ചാണോ ലൂക്കോസ് പറഞ്ഞത്, ഇത് നമുക്കവിടെ തീരുമാനിക്കാൻ കഴിയുന്നില്ല. എങ്കിലും ഒരു വ്യക്തിയെ അല്ലെങ്കിൽ ഒരു പേര് അവിടെ പ്രതിപാദിച്ചിരിക്കുന്നതുകൊണ്ട് ഇങ്ങനെ 3-4 കാര്യങ്ങൾ നമുക്ക് കാണുവാൻ. ഒരു കാര്യം വ്യക്തമാണ്, വളരെ വ്യക്തതയോടുകൂടെ നമുക്ക് ഈ പേരിൻ്റെ അർത്ഥത്തെക്കാൾ, ഞാൻ പറഞ്ഞല്ലോ ആ പ്രിഫേസ്, ആ ആമുഖത്തിൽ പറഞ്ഞിരിക്കുന്ന 5 കാര്യങ്ങളുണ്ട്. അതല്പം വിശദമായിട്ട് നമ്മൾ ചിന്തിക്കേണ്ടതായതുകൊണ്ട് ആ പുസ്തകത്തിലേക്ക് വരുമ്പോൾ ആ കാര്യം ഞാൻ ഓർപ്പിക്കാം. ഇനി ഇതിൻ്റെ ഒരു കാലഘട്ടം കൂടെ വേഗം എന്ന് പറഞ്ഞ് അവസാനിപ്പിക്കട്ടെ. ഈ വേദപുസ്തകം എഴുതിയ കാലഘട്ടം, അല്ലെങ്കിൽ ഈ ഓരോ പുസ്തകങ്ങളും എഴുതിയ കാലഘട്ടം, നമുക്കറിയാം. ഇത് ഈ പുതിയ നിയമത്തിൽ ഇങ്ങനെ ക്രമീകരിച്ചിരിക്കുന്നതിൻ്റെ ആ ഒരു ക്രമത്തിലല്ല ഇത് രേഖപ്പെടുത്തിയിരിക്കുന്നത് നമുക്കറിയാം. അപ്പോസ്തല പ്രവൃത്തികൾ നമ്മൾ ഓരോ പുസ്തകം പഠിക്കുമ്പോൾ അതിൻ്റെ കാലഘട്ടങ്ങളെക്കുറിച്ച് കൃത്യമായിട്ട് പറയുന്നത് അസാധ്യമാണ്. കാരണം അത് വളരെ പഴക്കമുള്ളത് ആയതുകൊണ്ട്. എന്നാൽ ഇതുപോലെ തന്നെ പല കാര്യങ്ങൾ അകത്തെ തെളിവെന്ന് നമ്മൾ സാധാരണ പറയുന്നത് വേദപുസ്തകത്തിനുള്ളിൽ നമുക്ക് ലഭിച്ചിരിക്കുന്ന തെളിവുകൾ. ഔട്ട്സൈഡായിട്ടുള്ള എവിഡൻസ് എന്ന് പറയുന്നത് വേദപുസ്തകത്തിന് പുറത്ത് വേദപുസ്തകത്തെക്കുറിച്ച് നമുക്ക് ലഭിക്കുന്ന അല്ലെങ്കിൽ ചരിത്രത്തിൽ നിന്ന് ലഭിക്കുന്ന തെളിവ്. ഇത് രണ്ടും കൂടെ ചേർത്താണ് ഇൻറ്റേർണൽ എവിഡൻസ് ആൻഡ് എക്സ്റ്റേണൽ എവിഡൻസ് എന്ന് അതിന് പറയുന്നത്. പഠനത്തിൽ അങ്ങനെയാണ് പറയുന്നത്. ഇത് രണ്ടും കൂടെ നമ്മൾ നോക്കിയിട്ടാണ് അതിൻ്റെ കാലഘട്ടം എപ്പോഴാണ് നമ്മൾ തീരുമാനിക്കുന്നത്. AD 61 ശേഷം ആയിരിക്കാം ഇത് എഴുതപ്പെട്ടത്. ആദ്യ നൂറ്റാണ്ടിൽ തന്നെ എഴുതിയതാണ്. എന്നാൽ AD 61 ശേഷമാണ് അപ്പോസ്തല പ്രവൃത്തികൾ എഴുതിയത് എന്ന് വിചാരിക്കുന്നു. അതിൻ്റെ കാരണം എന്തെന്ന് ചോദിച്ചാൽ, പൗലോസിൻ്റെ കാരാഗ്രഹവാസം ഞാൻ പറഞ്ഞ അതിൻ്റെ ഏറ്റവും ഒടുവിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതിൻ്റെ കാലഘട്ടം നമ്മൾ AD 60-61 സമയങ്ങളിലാണ് എന്ന് കാണാൻ കഴിയുന്നുണ്ട്. അല്ലെങ്കിൽ AD 60 ശേഷമാണ്. അതുകൊണ്ട് 2 വർഷ തടവ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. 2 വർഷം കഴിഞ്ഞാണ് അത് പറഞ്ഞാണ് അപ്പോസ്തല പ്രവൃത്തി അവസാനിക്കുന്നത്. അതുകൊണ്ട് AD 61 ശേഷം ഇത് എഴുതപ്പെട്ടു എന്ന് കാണുവാനായിട്ട് കഴിയും. അപ്പം ഇത് രണ്ടു വാല്യം, യേശുവിൻ്റെ ജീവിത ഉപദേശവും അടങ്ങുന്ന സുവിശേഷവും സഭാചരിത്രവും, ഇത് രണ്ടും. ഇനിയും സുവിശേഷത്തിൽ അതിൻ്റെ എന്തെങ്കിലും തെളിവുണ്ടോ? സുവിശേഷങ്ങളിൽ ഇതിൻ്റെ കാലഘട്ടം മനസ്സിലാക്കാൻ എന്തെങ്കിലും തെളിവുണ്ടോ? അതിൽ ലൂക്കോസിൻ്റെ സുവിശേഷത്തിൽ നമ്മൾ 21-ാം അധ്യായത്തിൽ യെരുശലേമിൻ്റെ നാശത്തെക്കുറിച്ച് പറയുന്നുണ്ട്. ആ പറയുന്ന കാര്യങ്ങളല്ല, അത് സംഭവിച്ചു കഴിഞ്ഞതായിട്ടാണ് ലൂക്കോസ് അതിനെ രേഖപ്പെടുത്തുന്നത്. 21-ാം അധ്യായം 20 മുതലുള്ള വാക്യങ്ങൾ നിങ്ങൾ വായിച്ചു നോക്കിയാൽ കാണാൻ കഴിയും. ആ സംഭവം നമുക്ക് യെരുശലേമിൻ്റെ നാശം സംഭവിക്കുന്ന AD 70-ലാണ്. അപ്പോൾ അത് സംഭവിച്ചു കഴിഞ്ഞതായിട്ടാണ് ലൂക്കോസിൻ്റെ ഭാഷയിൽ അത് രേഖപ്പെടുത്തിയത്. അപ്പോൾ അതുകൊണ്ട് AD 70 ശേഷമാകാം സുവിശേഷം രേഖപ്പെടുത്തുന്നത്. അങ്ങനെയാണെങ്കിൽ നിശ്ചയമായിട്ട് അത് കഴിഞ്ഞായിരിക്കും അപ്പോസ്തല പ്രവൃത്തി എഴുതിയത്. അപ്പോൾ അങ്ങനെ ഒരു കൂട്ടം വേദപണ്ഡിതന്മാർ പറയുന്നു AD 61 ശേഷമല്ല, AD 70 യെരുശലേമിൻ്റെ നാശത്തിന് ശേഷം 75-ലോ 85-ലോ 75-നും 85-നും ഇടയ്ക്കാകാം അപ്പോസ്തല പ്രവൃത്തികൾ എഴുതിയത് എന്ന് പറയുന്നു. മറ്റൊരു വാദം കൂടെ ഈ പഠനാർത്ഥമായതുകൊണ്ട് ഓർപ്പിക്കട്ടെ. യഹൂദന്മാരുടെ ചരിത്രം നിങ്ങൾ പല പ്രസംഗങ്ങളിലും കേട്ടിട്ടുണ്ട്. രേഖപ്പെടുത്തിയിരിക്കുന്ന ഒരു ചരിത്രകാരനെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ട്. ആരാണ്? ജോസീഫസ് എന്ന് പറയുന്ന ഒരു യഹൂദ ചരിത്രകാരനാണ്. ആൻറ്റിക്വിറ്റീസ് ഓഫ് ജൂസ് എന്ന് പറയുന്ന, അല്ലെങ്കിൽ യഹൂദന്മാരുടെ ചരിത്രം രേഖപ്പെടുത്തിയിരിക്കുന്ന ഒരു സെക്കുലർ ബുക്കാണ്. അത് യഹൂദന്മാരുടെ ചരിത്രമാണ്.
അതിനകത്ത് പറഞ്ഞിരിക്കുന്ന ചില കാര്യങ്ങൾ അപ്പോസ്തല പ്രവൃത്തികൾ 5-ാം അധ്യായത്തിന് 34 മുതലുള്ള ചില വാക്യങ്ങളിലുണ്ട്. അതായത് ഗമാലിയേൽ എന്ന് പറയുന്ന ന്യായാധിപൻ ജനത്തോട് സംസാരിക്കുന്ന കൂട്ടത്തിൽ യഹൂദന്മാരുടെ ചരിത്രത്തിൽ നടന്ന 1-2 സംഭവങ്ങൾ നിങ്ങളത് പിന്നീട് വായിച്ചാൽ മതി. 5-34 മുതൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഇത് അപ്പോസ്തല പ്രവൃത്തി രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഈ ജോസീഫസിൻ്റെ ആൻറ്റിക്വിറ്റീസ് എന്ന് പറയുന്ന ആ ബുക്ക് ഇറങ്ങിയത് AD 90-ലാണ്. 90 തൊട്ട് 93 വരെയുള്ള കാലഘട്ടമാണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ അതിനകത്തെ കാര്യങ്ങൾ ഇതിനകത്ത് വരണമെങ്കിൽ നിശ്ചയമായിട്ടും അത് ലൂക്കോസ് ഉപയോഗിച്ചിട്ടുണ്ടാകാം, അല്ലെങ്കിൽ അതിൽ നിന്ന് ലൂക്കോസ് അത് മനസ്സിലാക്കിയിട്ടുണ്ടാകാം. അങ്ങനെയാണെങ്കിൽ AD 90-ന് ശേഷമാണ് ഇത് രേഖപ്പെടുത്തിയതെന്നും ഒരു കൂട്ടരെ വാദിക്കുന്നു. ഞാൻ പറഞ്ഞില്ല, ഇങ്ങനെയാണ് ഈ ചരിത്രകാരന്മാരും വേദപണ്ഡിതന്മാരും ഒക്കെ ദൈവവചനം അത് എഴുതിയ കാലഘട്ടത്തെക്കുറിച്ചൊക്കെ മനസ്സിലാക്കാൻ വളരെ പരിശ്രമങ്ങൾ അവർ ചെയ്യുന്നുണ്ടെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക. ദൈവത്തിന് സ്തോത്രം. മറ്റൊരു പ്രധാന ചിന്ത എന്ന് പറയുന്നത്, ദൈവമക്കളെ, ഇത് ലൂക്കോസ് എങ്ങനെ എഴുതി എന്നൊരു ചോദ്യം ഞാൻ ആദ്യമേ പറഞ്ഞു. എന്തൊക്കെയായിരുന്നു തനിക്ക് ഇത് എഴുതുവാനായിട്ട് ലഭിച്ച റിസോഴ്സസ്? ഞാൻ പറഞ്ഞു, പൗലോസിനോടൊപ്പം യാത്ര ചെയ്തപ്പോൾ നിശ്ചയമായിട്ടും തനിക്ക് ലഭിച്ച, പൗലോസിൽ നിന്ന് ലഭിച്ച നേരിട്ട് ലഭിച്ച അറിവുകൾ. അതാണ് 16-ാം അധ്യായം തൊട്ട് ഞങ്ങൾ എന്ന് പറയുമ്പോൾ പൗലോസും സഹയാത്രികനായിട്ടുണ്ട്. അപ്പോൾ ഡെയിലി തൻ്റെ കുറിപ്പുകളിൽ ഇതെല്ലാം രേഖപ്പെടുത്തി വെച്ചിരുന്നു, ഓരോ സംഭവങ്ങൾ. നമ്മൾ ഈ വേദഭാഗം വായിക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ വരുന്നൊരു ചിന്ത അതാണ്, എങ്ങനെയാണിത് ഇങ്ങനെ നേരിട്ട് കണ്ട ഒരാൾ എഴുതുന്ന പോലെയല്ല പല സംഭവങ്ങളും. അത് നിശ്ചയമായിട്ടും 16 മുതൽ ഉള്ള വേദഭാഗങ്ങളിൽ നേരിട്ട് പൗലോസിന് ഇത് കാണുവാൻ കഴിഞ്ഞിട്ടുണ്ട്. ദൃക്സാക്ഷി എന്നുള്ള നിലയിൽ പൗലോസ് പലതും രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്നാൽ 1 മുതൽ 15 വരെയുള്ള അധ്യായം, 16 മുതലാണ് പൗലോസ് എൻ്റെ കൂടെ ലൂക്കോസ് ചേരുന്നത്. അപ്പോൾ 15 വരെയുള്ള അധ്യായങ്ങളിലെ സംഭവങ്ങൾ, നമ്മളുടെ ഏറ്റവും പ്രധാനപ്പെട്ട പെന്തക്കോസ്ത് നാളിലെ അനുഭവമൊക്കെ എങ്ങനെയാണ് ലൂക്കോസ് മനസ്സിലാക്കിയത്? 2 കാര്യങ്ങളാണ്. ഒന്ന്, പൗലോസിൽ നിന്ന് കേട്ടതാകാം, വാമൊഴിയായിട്ട് കിട്ടിയ കാര്യങ്ങൾ താൻ ഉൾപ്പെടുത്തിയിട്ടുണ്ടാകാം. 2, യെരുശലേമിൽ ലൂക്കോസ് ഉണ്ടായിരുന്നു എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നൊരു വസ്തുതയാണ്. പൗലോസിനോടൊപ്പം യാത്ര ചെയ്ത് യെരുശലേമിൽ വന്നതിനെക്കുറിച്ച് പറയുന്നുണ്ട്. ദൈവനെ അടുത്ത ക്ലാസ്സിൽ ചില കാര്യങ്ങൾ അതിനെക്കുറിച്ച് ഓർപ്പിക്കാം. അങ്ങനെ നിശ്ചയമായിട്ടും പൗലോസുമായിട്ടുള്ള അടുത്ത ബന്ധം പത്രോസിനോട് ബന്ധപ്പെടുന്നതിനും ആദിമ അപ്പോസ്തലന്മാരോടൊക്കെ നേരിട്ട് കാണുന്നതിനും, ഈവൻ ചിലർ പറയുന്നത് മറിയയോട് പോലും ഒക്കെ ഇടപെടുന്നതിന് അല്ലെങ്കിൽ കാണുന്നതിന് നേരിട്ട്. അതുകൊണ്ടാണ് ലൂക്കോസിൻ്റെ സുവിശേഷത്തിൽ യേശുക്രിസ്തുവിൻ്റെ ജനനത്തെക്കുറിച്ചൊക്കെ പറയുമ്പോൾ മറിയ പറയുന്ന വാചകങ്ങളൊക്കെ വളരെ പേഴ്സണൽ ടച്ചിൽ എഴുതാനൊക്കെ തനിക്കിടയായത്. നിശ്ചയമായിട്ട് നേരിട്ട് താൻ അത് കേട്ടിട്ടുണ്ടാകണം, വ്യക്തിപരമായി അത് മനസ്സിലാക്കാൻ ലൂക്കോസിന് അവസരം കിട്ടിയിട്ടുണ്ടാകാമെന്നാണ് വേദപണ്ഡിതന്മാർ പറയുന്നത്. അങ്ങനെയാണ് ഇതെല്ലാം കൂടെ ക്രോഡീകരിച്ചാണ് ലൂക്കോസ് അനുഗ്രഹിക്കപ്പെട്ട സുവിശേഷവും സഭാ ചരിത്രവും നമുക്ക് നൽകുവാനിടയായത്. നമ്മുടെ കണ്ണുകളെ ദൈവത്തിന് അടയ്ക്കാം. ഞാൻ പറഞ്ഞത്, ദൈവവചന പഠനത്തിനും ദൈവത്തിൻ്റെ വചനം നമുക്ക് ലഭിക്കുന്നതിനുമൊക്കെ പിന്നിൽ ദൈവത്തിൻ്റെ പദ്ധതികൾ നമ്മൾ വിചിന്തനം ചെയ്യുമ്പോൾ ദൈവമക്കൾ ഒരു കാര്യം ഉറപ്പാണ്, എത്ര ശ്രേഷ്ഠകരമായിട്ടാണ് നമ്മുടെ കരങ്ങളിൽ ഈ വചനം ദൈവം നമുക്ക് തന്നിരിക്കുന്നത്. അതിന് ദൈവം നൽകിയ ആ ഉദ്ദേശങ്ങളെക്കുറിച്ചൊക്കെ നമ്മൾ ആ ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള ആ സാഹചര്യങ്ങളിൽ അതിൻ്റെ ലക്ഷ്യത്തെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കുമ്പോൾ, ദൈവമക്കളെ, നമ്മൾ വന്നിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ കർത്താവ് അനുവദിച്ചാൽ അപ്പോസ്തല പ്രവൃത്തികളെ നമ്മുടെ ജീവിതത്തിൽ നമുക്കെങ്ങനെ ഇന്ന് അതെ അന്വർത്ഥമാക്കാൻ സാധിക്കുന്നുവെന്ന് ഒന്നുകൂടെ ആഴമായി ഗ്രഹിക്കുവാൻ കർത്താവ് നമുക്ക് ഏവർക്കും കൃപ തരട്ടെ. അതിന് ഈ പഠനം നമ്മെ സഹായിക്കേണ്ടതിന് പ്രാർത്ഥനയോടെ നമുക്ക് ആ വചനത്തെ സമീപിപ്പാൻ കർത്താവ് ഈ ദിവസങ്ങളിടയാക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമ്മുടെ കണ്ണുകളെ അടയ്ക്കാൻ നമുക്ക് വീണ്ടും